ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 2 വേഴ്സസ് 13 to 17. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊന്മാണിഫക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോട് കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊന്മാണിഫക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. പരിശുദ്ധ പിതാവേ, ഈ രാത്രിയിലും അപ്പച്ചൻ്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ഹൃദയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിച്ച് അങ്ങയുടെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിലായിരിക്കുന്ന കർത്താവേ, കേൾപ്പിച്ച വചനം ഞങ്ങളോടുള്ള ദൂതാകൊണ്ട് സ്തോത്രം. ഈ തിരുവചനത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ആഗ്രഹിക്കുവാൻ്റെ കോണം അങ്ങാക്കി വെച്ചിരിക്കുന്ന ദൂതിനെ, സന്ദേശത്തെ ഇന്നത്തെ രാത്രി ഞങ്ങളുടെ പരിശുദ്ധ ആത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു കേട്ടതുപോലെ അനുദിന ജീവിതത്തിൽ തിരുഹിത പ്രകാരമുള്ളൊരു ക്രിസ്തീയ ജീവിതം ജീവിച്ച് കർത്താവെ, ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിച്ചാട്ട്. അങ്ങയുടെ സഭയ്ക്ക്, ഞങ്ങളുടെ രാജ്യത്തിന്, അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് പ്രയോജനമുള്ളവരായി ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് തീർത്താട്ട്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാട്ട്. നമ്മൾ ഈ വചനഭാഗത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സത്യം, കർത്താവിൻ്റെ ശുശ്രൂഷയെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ, ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ 4 പെസഹ പെരുന്നാൾ നിറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ 4 പെസഹ പെരുന്നാളിലേക്ക് സ്പാൻ ഓവർ ചെയ്തിരിക്കുന്ന ഒരു മിനിസ്ട്രി ആയിരുന്നു കർത്താവിൻ്റെ, ഒരു ശുശ്രൂഷയായിരുന്നു കർത്താവിൻ്റെ. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ 4 പെസഹ പെരുന്നാൾ കർത്താവ് ആഘോഷിച്ചു എന്നുള്ളതാണ് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. തൻ്റെ ശുശ്രൂഷയിലെ ആദ്യത്തെ പെസഹ പെരുന്നാളിൽ സംഭവിച്ച ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിച്ചത്. എന്നാൽ അവസാനത്തെ, അല്ലെങ്കിൽ 4-ാമത്തെ പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത് കർത്താവ് ക്രൂശിൽ മരിക്കുന്ന ആ പെസഹയാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഇന്നത്തെ രാത്രികാലം ദൈവജനത്തോട് ഒരുമിച്ച് ധ്യാനിക്കുവാൻ, ചിന്തിക്കുവാൻ, കർത്താവിൽ നിന്ന് വചനം കേൾക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന വാക്യമെന്ന് പറയുന്നത് 17-ാമത്തെ വാക്യമാണ്. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. അപ്പോൾ ഈ സംഭവം കണ്ടപ്പോൾ, കർത്താവിൻ്റെ പെരുമാറ്റം കണ്ടപ്പോൾ, ഒരു പ്രത്യേക രീതിയിൽ കർത്താവ് അവിടെ പെരുമാറുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് അവർക്ക് ദൈവവചനത്തിലുള്ള ഒരു വചനം ഓർമ്മ വന്നു. അത് 69-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യമാണ്. എന്ത് എഴുതിയിരിക്കുന്ന വാക്യം? നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. പ്രൈസ് ഗോഡ്. സഹോദരങ്ങളെ, നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഇവിടെ ഉണ്ട്. പലപ്പോഴും വളരെ സുപരിചിതമായ ഒരു സംഭവമായതുകൊണ്ട് നമ്മളിതിനെ വായിച്ചു പോവുകയാണ്. ചിലയിടത്തൊക്കെ ഇതിൻ്റെ പോർട്രേറ്റ്, ഇതിനെ പടം വരച്ച് വെച്ചിരിക്കുന്നതൊക്കെ കാണുവാനായിട്ട് കഴിയും. മേശകളൊക്കെ മറിഞ്ഞു കിടക്കുന്നതായിട്ട്, അല്ലെങ്കിൽ വലിയ പൊൻവാണിഭ മേശകൾ, അല്ലെങ്കിൽ കസേരകൾ, അതൊക്കെ മറിഞ്ഞു കിടക്കുന്നു. കർത്താവ് ചാട്ടവാറും കൊണ്ട് നിൽക്കുന്നു. അങ്ങനെയൊക്കെ വരച്ച് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പക്ഷേ അതിൽ ഒതുങ്ങുന്ന ഒരു സംഭവമല്ലിത്. നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. ഹല്ലേലൂയ. എന്താണ് പെസഹ പെരുന്നാൾ? പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഫെസ്റ്റിവലാണ്. വർഷത്തിലൊരിക്കൽ വലിയൊരു ഫെസ്റ്റിവലായിട്ട്, വലിയൊരു ആഘോഷമായിട്ട് അവർ നടത്തുന്നതാണ്. എന്തിനു വേണ്ടി അത് ആഘോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു അത്. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ ദൈവം വിടുവിച്ചത്, മോശയുടെ കയ്യിലൂടെ വിടുവിച്ചത്, അതിനെ എല്ലാ വർഷവും ഓർക്കുവാൻ തക്കവണ്ണമാണ് ഈ പെസഹ പെരുന്നാൾ കൊണ്ടാടിക്കൊണ്ടിരുന്നത്. അതുമാത്രമല്ല, കർത്താവിൻ്റെ കൽപ്പനയായിരുന്നു എല്ലാ ദൈവജനവും, അതായത് 12 വയസ്സിൽ കൂടുതലുള്ള എല്ലാ ആൺകുട്ടികളും,
പുരുഷന്മാർ 12 വയസ്സിൽ മേലുള്ളവർ എല്ലാവരും വർഷത്തിൽ ഒരു പ്രാവശ്യം ഈ പെസഹ പെരുന്നാളിൽ വഴിപാടുമായി ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. അതുമാത്രമല്ല സഹോദരങ്ങളെ, അങ്ങനെ കടന്നു വരുന്ന ദൈവജനം മറ്റൊരു കാര്യം കൂടെ ചെയ്യണം. എന്തെന്നറിയാമോ? അവരുടെ പ്രായം 20 വയസ്സിന് മേളിലാണെങ്കിൽ, ഇഫ് ദേ ആർ 20 years above, what they have to do, they have to pay the temple tax. ആലയത്തിന് നികുതി കൊടുക്കണം, ആലയത്തിന് കരം കൊടുക്കണം, വർഷത്തിലൊരിക്കൽ ആനുവൽ ടാക്സ് അവർ കൊടുക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വളരെ പരമപ്രധാനമായിരുന്നു ദൈവത്തിൻ്റെ കൽപ്പനയിൽ. എന്തെന്ന് ചോദിച്ചാൽ, വർഷത്തിലൊരിക്കൽ അവരെവിടെയായിരുന്നെന്ന് പറഞ്ഞാലും ദേവാലയത്തിലേക്ക് വഴിപാടുമായി കടന്നു വരണം. 12 വയസ്സിന് മുകളിലാണെങ്കിൽ നമുക്ക് ലൂക്കോസിന് വിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അവിടെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശുവിന് 12 വയസ്സായപ്പോൾ തൻ്റെ മാതാപിതാക്കളോട് ചേർന്ന് യെരുശലേമിലേക്ക് ദേവാലയത്തിലേക്ക് പെസഹ പെരുന്നാളിന് വരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അത് പഴയ നിയമത്തിൻ്റെ കൽപ്പനയായിരുന്നു. അപ്പോഴത് ഓർക്കണമേ, റോമൻ എംപയറിൽ, റോമൻ സാമ്രാജ്യം എവിടെയൊക്കെ ഉണ്ടോ, അതല്ലെങ്കിൽ അതിനപ്പുറത്ത് എവിടെയൊക്കെ യഹൂദന്മാരുണ്ടോ, അവര് ഈ പെസഹ പെരുന്നാളിൽ യെരുശലേമിലേക്ക് വരിക എന്നുള്ളത് അത് പതിവായ ഒരു സംഭവമായിരുന്നു. അത് മാത്രമല്ല, മനസ്സിലാക്കണമേ, ഏതാണ്ട് ലക്ഷക്കണക്കിന്, ചില ലക്ഷങ്ങൾ, മേ ബി 2-3 ലക്ഷം ജനം ഇസ്രയേലിൽ അല്ലെങ്കിൽ യെരുശലേമിൽ യഹൂദന്മാരായിട്ടന്ന് ഉണ്ടായിരുന്നു. എന്നാൽ പെസഹ പെരുന്നാളാകുമ്പോൾ ഏതാണ്ട് 1 മില്യന് മേലിലുള്ള ജനക്കൂട്ടം അവിടെ ഉണ്ടാകും. ഞാൻ ഇതിൻ്റെ ഒരു പശ്ചാത്തലം നിങ്ങളോടൊന്ന് പറഞ്ഞു തരികയാണ്. നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ എളുപ്പത്തിൽ വായിച്ചുവിടേണ്ട ഒരു ദൈവവചന ഭാഗമല്ല. ഇതിൽ നിന്ന് വലിയൊരു കാര്യം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് 1 million people would assemble on this Passover day there in Jerusalem. ഒന്നോർത്ത് നോക്കിയാൽ, ചെറിയ നഗരത്തിനകത്ത് 1 മില്യൺ ആൾ, 10 ലക്ഷം ആളുകളിൽ കൂടുതൽ വരിക എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അത് മാത്രമല്ല, ഈ വരുന്നവരൊക്കെ കർത്താവിന് വഴിപാട് കൊണ്ടുവരേണ്ടവരാണ്. മനസ്സിലാക്കണമേ, അവർ കർത്താവ് കൊടുക്കുന്ന വഴിപാട്, യഹോവയ്ക്ക് കൊടുക്കുന്ന വഴിപാട് എന്തുവന്ന് ഇവിടെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. കാള, ആട്, പ്രാവ്, അങ്ങനെ ഇത്യാദി മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികളെയാണ് വഴിപാടായിട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ വഴിപാട് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. ഒരു കാളയെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു ആടിനെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു പക്ഷിയെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാം. എന്നാലൊന്ന് ഓർത്തു നോക്കിയാൽ, 100 കണക്കിന് മൈലുകൾക്ക് അകലെ നിന്ന് യഹൂദന്മാർ ആലയത്തിലേക്ക് വരുമ്പോൾ അവിടുന്ന് ഒരു കാളക്കിടാവിനെ കൊണ്ടുവരാൻ പറ്റുമോ? വലിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോഴവരെന്ത് ചെയ്തെന്നറിയാമോ? അവർ യെരുശലേമിൽ വന്നിട്ട് കാളയെയും ആടിനെയും ഒക്കെ വാങ്ങിക്കാമെന്നുള്ള പദ്ധതിയിൽ അവർ കടന്നു വരും. ദാറ്റ് ഈസ് വൺ തിങ്. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് നോക്കുമ്പോൾ, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ജോസഫസ് എന്ന് പറയുന്ന 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റോമൻ ജീവിഷ് ഹിസ്റ്റോറിയൻ, അതായത് യഹൂദ ചരിത്രകാരനായിരിക്കുന്ന ജോസഫസ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന് ചരിത്ര പുസ്തകങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, യെരുശലേം ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഏറിയയുടെ വിസ്തൃതി എന്ന് പറയുന്നത് ഏതാണ്ട് 17 ഏക്കർ വലിപ്പമുണ്ട്. അത് മാത്രമല്ല, പിന്നീട് അതിനെ 36 ഏക്കറോളം വിസ്തൃതമാക്കി മാറ്റി ആളുകൾ കൂടി വന്നപ്പോൾ. അപ്പോൾ അത് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നു ഏതാണ്ട് 75,000-ഓളം, ഓൾമോസ്റ്റ് 75,000 പീപ്പിൾ ക്യാൻ അസംബിൾ ഇൻ ദിസ് ഏരിയ, ടെമ്പിൾ ഏരിയയിൽ, ഔട്ടർ കോർട്ടിൽ. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, ഈ ദേവാലയത്തിന് വിവിധ ഭാഗങ്ങളുണ്ട്. ഔട്ടർ കോർട്ടുണ്ട്. ഔട്ടർ കോർട്ട് എന്ന് പറയുമ്പോൾ അവിടെ ജാതികളിൽ നിന്നുള്ളവരും കടന്നു വന്ന്, നോൺ ജീവിഷ് ആയിരിക്കുന്ന, യഹൂദന്മാരല്ലാതിരിക്കുന്ന ചില മനുഷ്യർക്ക് അവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, കൊർന്നേലിയസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെ? അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമ്മൾ കൊർന്നേലിയോസിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ എത്യോപ്യക്കാരനായിരിക്കുന്ന ഷണ്ഡനെ കുറിച്ച്. അവരാരും യഹൂദന്മാരല്ല, പക്ഷേ എങ്കിലും യഹോവയായ ദൈവത്തെ ആരാധിക്കുകയും യഹോവയായ ദൈവത്തെ ഭയപ്പെടുകയും യഹോവയായ ദൈവത്തെ വിളിച്ചുപേക്ഷിക്കുകയും ചെയ്തിരുന്ന നോൺ ജീവിഷ് പീപ്പിളാണ്, യഹൂദന്മാരല്ലാത്തവരാണ്. അപ്പോൾ അതുപോലെയുള്ളവർക്ക് ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഈ ഔട്ടർ കോർട്ടിലേക്ക്, പുറത്തുള്ള പ്രാകാരത്തിൽ വന്നു നിന്നുകൊണ്ട് അവരുടെ യാഗങ്ങൾ അർപ്പിക്കുകയും വഴിപാടുകളെ കൊടുക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജാതികൾക്ക് വേണ്ടി ഒരു വലിയ ഔട്ടർ കോർട്ട് ഈ ആലയത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നർ കോർട്ടുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പല ഗോപുരങ്ങളുണ്ട്, പല വാതിലുകളുണ്ട്. ഇതൊക്കെ ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരു ചെറിയ ഏരിയ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ, 1000കണക്കിന് മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ കൂടി വരുന്ന ഒരാഘോഷമാണ് ഈ പെസഹ പെരുന്നാൾ.
ഇങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അന്നത്തെ പുരോഹിതന്മാര് അവിടെയുള്ള കച്ചവടക്കാരുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കി. എന്തെന്ന് ചോദിച്ചാൽ, ഈ ഔട്ടർ കോർട്ടിൽ ഈ ജാതികൾ കൂടി വന്ന് ദൈവത്തിന് വഴിപാട് കൊടുക്കുവാൻ തക്കവണ്ണം ദേവാലയത്തിൻ്റെ ഉള്ളിൽ, ദേവാലയത്തിൻ്റെ ഒരു ഭാഗത്ത് ചുറ്റുപാടുമായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്ത് അവരെന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ഈ പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് സ്റ്റോളുകൾ പണിയുക. നമ്മുടെ നാട്ടിലെ ചില ക്ഷേത്രങ്ങളുടെയൊക്കെ ഉത്സവങ്ങളിൽ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിന് പള്ളികളുടെയൊക്കെ മുമ്പിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ കോമ്പൗണ്ടിന് മുമ്പിൽ കച്ചവടക്കാർ വന്ന് കച്ചവട സ്റ്റാളുകൾ സ്ഥാപിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? ആ പെരുന്നാളിൻ്റെ ആ കൺവെൻഷൻ്റെ ഒക്കെ സമയത്തേക്ക് എന്തിന് ആളുകൾ കൂടി വരുമ്പോൾ അവർക്ക് സാധനങ്ങൾ വിൽക്കാം എന്ന് ചിന്തിച്ച് നോക്കി. അവിടെ നിന്നൊരു സാധനം നമ്മൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ വില കൂടുതലാണ്, ലാഭം കൂടുതലായിട്ട് അവർ വാങ്ങിക്കും. അതിനുവേണ്ടി അവരവിടെ കച്ചവടം നടത്തുന്നത്. എക്സാക്ട്ലി ദ സെയിം തിങ് ഹാപ്പൻഡ് ഇൻ ദ ടെമ്പിൾ. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ. അതുമാത്രമല്ല, അവിടെ മണി ചേഞ്ചേഴ്സ്, പൊന്മാണിഫക്കാരെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എക്സ്ചേഞ്ച്. ഈ വരുന്നവരൊക്കെ കൊണ്ടുവരുന്ന റോമൻ നാണയങ്ങളായിരുന്നു. പല സ്ഥലത്ത് നിന്ന് വരുമ്പോൾ, പല രാജ്യത്തിൽ നിന്ന് കടന്നു വരുമ്പോൾ ആ ദേശത്തിലെ നാണ്യങ്ങളായിരുന്നു, ആ ദേശത്തിലെ കോയിൻസ് ആയിരുന്നു, കറൻസി ആയിരുന്നു, അല്ലെങ്കിൽ പണമായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണപ്രകാരം ദൈവത്തിൻ്റെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ വെളിയിലുള്ള ഒരു പണം ഇടുവാൻ തക്കവണ്ണം പാടില്ല. അവിടെ വേണ്ടത് ഹീബ്രു കോയിൻസാണ് വേണ്ടത്. മനസ്സിലാക്കണമേ. അതുകൊണ്ട് വിവിധങ്ങളായിരിക്കുന്ന കോയിൻസ് കൊണ്ടുവരുന്നവർ ഇവിടെ വന്നിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എന്ത് കോയിൻസ് വാങ്ങിക്കുമെന്നറിയാമോ? ഹീബ്രു കോയിൻസ് വാങ്ങിക്കും. നമുക്കറിയാം എക്സ്ചേഞ്ച് ഒന്നും ഫ്രീ ആയിട്ടല്ല, അവിടെയും കമ്മീഷൻ ഉണ്ടാക്കും. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? യേശു കർത്താവ് പെസഹ പെരുന്നാളിൽ കടന്നു വന്നപ്പോൾ, ഔട്ടർ കോർട്ടിലേക്ക് കർത്താവ് കടന്നു വന്നപ്പോൾ അവിടുന്ന് അവർ കണ്ടത് എന്താണെന്നറിയാമോ? ദൈവത്തെ വിളിക്കുന്ന ഒരു ജനത്തെയല്ല അവിടുന്ന് കണ്ടത്. മാനസാന്തരപ്പെട്ട് കരയുന്ന ഒരു ജനത്തെയല്ല കണ്ടത്. മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്ന്, ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് കാലങ്ങൾക്ക് മുമ്പേ ദൈവം തന്റെ കൃപയാൽ, ദീർഘക്ഷമയാൽ, തന്റെ മഹാസ്നേഹത്താൽ വിടുവിച്ച ഒരു ജനം ആ ദിവസത്തെ ഓർത്ത് നന്ദി കൊടുക്കുന്നതല്ല കണ്ടത്. പിന്നെയോ അവിടെ കണ്ടത് കച്ചവടമാണ്. അവിടെ കാണുന്ന ആടുകളെ വലിച്ചു കൊണ്ടുപോകുന്നതാ. അവിടെ കാണുന്നത് പശുക്കൾക്ക് അല്ലെങ്കിൽ ആടുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വില പറഞ്ഞു പേശുന്നതാ. അവിടെ കണ്ടത് കുറുപ്രാവിന് വേണ്ടിയുള്ള പിടിയാണ്. അവിടെ കാണുന്നത് കച്ചവടത്തിന്റെ ബഹളമാണ്. ഹല്ലേലൂയ. ഇത് കണ്ടാണ് കർത്താവ് ചാട്ടവാറുണ്ടാക്കി അവരെ അടിച്ചു പുറത്താക്കി എന്ന് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. സഹോദരന്മാരെ, കർത്താവ് 12ാമത്തെ വയസ്സ് മുതൽ ഇത് കാണുന്നുണ്ട്. 12ാമത്തെ വയസ്സിലാണ് താൻ ആദ്യമായിട്ട് യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്ന് താൻ ഒരു പ്രായപൂർത്തിയായ ഒരു യുവാവായിട്ട് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയായിട്ട് കർത്താവിന്റെ വചനപ്രകാരം അവൻ പെസഹ പെരുന്നാളിലേക്ക് കടന്നു വന്നത് 12ാമത്തെ വയസ്സിലാണ്. അന്ന് മുതൽ ഈ ശുശ്രൂഷ നടക്കുന്ന 30ാമത്തെ വയസ്സ് വരെ നോക്കുമ്പോൾ എത്രയോ പ്രാവശ്യം കർത്താവ് അത് കണ്ടിട്ടുണ്ടാകാം. എത്രയോ പ്രാവശ്യം അതോർത്ത് ഹൃദയത്തിൽ ഭാരപ്പെട്ടിട്ടുണ്ടാകാം, അതോർത്ത് വേദനിച്ചിട്ടുണ്ടാകാം. ഹല്ലേലൂയ. എന്നാൽ ഒരു പക്ഷേ പിതാവിന്റെ ശബ്ദത്തിന് വേണ്ടി താൻ കാത്തിരുന്നു. ശുശ്രൂഷയുടെ ആരംഭം തുടങ്ങുന്നത് ഹല്ലേലൂയ ദൈവാലയത്തിലെ ശുദ്ധീകരണത്തോടു കൂടിയാണ്. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലയത്തിന്റെ ശുദ്ധീകരണത്തോടു കൂടിയാണ് താൻ രംഗപ്രവേശം ചെയ്യുന്നത് ദൈവപുത്രനായി. ഹല്ലേലൂയ. താൻ അധികാരത്തോടെ മിശിഹായായി ഹല്ലേലൂയ ദൈവാലയത്തെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം താൻ കടന്നു വരുന്നതായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ഈ ജോസഫസ് എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നത് ഏതാണ്ട് 250,000 ഷീപ്പിനെ പെസഹ പെരുന്നാളിൽ വിൽക്കുവാൻ തക്കവണ്ണം എസ്റ്റിമേറ്റഡ് ആയിരുന്നു. ഏകദേശം 2.5 ലക്ഷത്തോളം ആട്ടുകൊറ്റന്മാരെ മാത്രം അവിടെ വിൽക്കുമായിരുന്നു എന്നാണ്. പിന്നെ കാളക്കിടാങ്ങളുണ്ട്, അതുപോലെ ഉറുപ്രാവുകളുണ്ട്, മറ്റു പലതിനെയും ഉണ്ട്. എന്നാലും ഓർത്ത് നോക്കിയത് ദി എമൗണ്ട് ഓഫ് മണി ദേ വെയർ മേക്കിംഗ്. The amount of money they were making. ഇവിടെ എഴുതിയിരിക്കുന്നു, കർത്താവ് ആലയത്തെക്കുറിച്ചുള്ള എരിവ് തന്നെ തിന്നുകളഞ്ഞു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് നോട്ട് കൺസേൺ അബൌട്ട് ദാറ്റ് ബിൽഡിംഗ്സ്. ആ ബിൽഡിങ്ങിനെ കുറിച്ചുള്ള എരിവല്ല. ആ ബിൽഡിങ്ങിനെ അവരെല്ലാവരും നോക്കുന്നുണ്ട് നന്നായിട്ട്. പക്ഷേ ആ ബിൽഡിങ്ങിനെ കുറിച്ചുള്ള എരിവല്ല, ആ ബിൽഡിങ്ങിനെ കുറിച്ചുള്ള ആ തീഷ്ണതയല്ല, സീലല്ല അവൻ ഉണ്ടായത്. പിന്നെയോ ഹി വാസ് കൺസേൺഡ് അബൌട്ട് ദ പീപ്പിൾ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ജനത്തെ കുറിച്ചുള്ള എരിവാണ് ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. യേശു കർത്താവ് ചാട്ടവാറെടുത്ത് അടിച്ചപ്പോൾ എല്ലാവരും ഓടിപ്പോയി എന്ന് നമുക്ക് ഈസിയായി തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല സംഭവം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. അവിടെ ആ ഏറിയ എത്ര ആയിരം മനുഷ്യർ, എത്ര ലക്ഷം മനുഷ്യർ കൂടുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും പോലീസ് അധികാരികളുണ്ട്, സെക്യൂരിറ്റി ഗാർഡുകളുണ്ട്, അതുമല്ല റോമ ഗവൺമെന്റിന്റെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ഉണ്ട്, അവരുടെ ഗാരിസൺസ് തൊട്ടടുത്തുണ്ട്. ഇതൊക്കെ ജോസഫസ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ.
കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ സെക്യൂരിറ്റി അവിടെ ഉണ്ട്. അതുമാത്രമല്ല, ഈ പൊന്മാണിഫക്കാരെന്ന് പറയുന്നത് അവർ വലിയ പണക്കാരായിരുന്നു, അവർ വലിയ ബിസിനസ്സുകാരായിരുന്നു. ഈ എക്സ്ചേഞ്ചിന് വേണ്ടി, ഈ മണി മാർക്കറ്റിലെ എക്സ്ചേഞ്ച് ചെയ്യുവാനായിട്ട് വരുന്നത്, അവർക്ക് അവരുടേതായിട്ടുള്ള ആം ഗാർഡ്സ് ഉണ്ട്. ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ഇതിന് കാവൽ നിൽക്കുന്ന ആൾക്കാർ അവരുടെ കൂടെയുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അവരുടെയൊക്കെ മധ്യത്തിലാണ് വെറുമൊരു ചാട്ടവാറും കൊണ്ട് യേശു കർത്താവ് ഇവരെ അടിച്ചു പുറത്താക്കി എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, അവിടെ ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ ആലയത്തെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം പിതാവിന്റെ ഹൃദയം വേദനിക്കുന്നത് കണ്ട്, പിതാവിന്റെ ഭവനത്തെക്കുറിച്ചുള്ള ആ വേദന തന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, താൻ അവിടെ ഇരുന്ന് ഒരു ചമ്മട്ടി ഉണ്ടാക്കി. We don't know how long did he take to make that scourge or whip. We don't know how long. പക്ഷേ he took the time to mend it. അവൻ അവിടെ ഇരുന്ന് ഒരു പക്ഷേ ചില മണിക്കൂറുകൾ എടുത്തേക്കാം, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ എടുത്തേക്കാം. ഹല്ലേലൂയ. അവനത് ഉണ്ടാക്കി, ആ ഉപകരണം, ആ സ്ക്രൂജ് അല്ലെങ്കിൽ ആ വിപ്പ്, ആ ചാട്ടവാർ അവൻ ഉണ്ടാക്കി. എന്തിന്? ഹല്ലേലൂയ. തന്റെ പിതാവിന്റെ ഹൃദയം എന്തെന്നറിഞ്ഞ് ഹല്ലേലൂയ അതിനെ അവിടെ കാണിക്കുവാൻ തക്കവണ്ണം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെന്നറിയാമോ? എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത്. ഇത് പിതാവിന്റെ ഇഷ്ടമാണ്. ദാറ്റ് വാസ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അവിടെയുള്ള പുരോഹിത അത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. അവിടുത്തെയുള്ള പ്രമാണികൾക്കോ സദൂക്യർക്കോ ഫാരിസീസിനോ അവിടുത്തെ പ്രവാചകന്മാർക്കോ അത് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം എന്തെന്നറിയാമോ? പ്രാർത്ഥനാലയമായിരിക്കേണ്ട, നിലവിളി ഉയരേണ്ട, മാനസാന്തരത്തിന്റെ ശബ്ദം കേൾക്കേണ്ട യാഗപീഠത്തിൽ ഹല്ലേലൂയ യാഗങ്ങളെ കൊണ്ട് നിറയ്ക്കേണ്ട ഇടത്ത് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിലപേശലാണ്. അതിലെ കമ്മീഷൻ അല്ലെങ്കിൽ അവരുടെ നികുതിക്ക് മധ്യത്തില് പണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പേശുകയാണ്. കുറഞ്ഞതും കൂടി നമുക്കറിയാമല്ലോ, ഒരു മാർക്കറ്റിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹല്ലേലൂയ. അതിനെ ഇറ്റ് ഹാസ് ബിക്കം എ ബിസിനസ് സർവീസ്. മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്, ഇന്നത്തെ രാത്രി നമ്മൾ ചിന്തിക്കേണ്ടത്, തൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് യേശു കർത്താവിനെ ഹല്ലേലൂയ വിഴുങ്ങിക്കളഞ്ഞു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, അതേ ഗോഡ്സ് പീപ്പിളിനെ ഇന്ന് വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ സഭ. ഹല്ലേലൂയ. ഗോഡ്സ് പീപ്പിൾ ടുഡേ ആർ കോൾഡ് ദി ചർച്ച്. അന്നത്തെ ദൈവജനത്തെക്കുറിച്ച്, അവർ പോകുന്ന വഴികളെക്കുറിച്ച്, അവരുടെ അവസ്ഥയെക്കുറിച്ച് ദൈവത്തിന് വേദനയുണ്ടായി എങ്കിൽ, ഹല്ലേലൂയ, ജാതികൾ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന് വഴിപാട് കൊടുക്കുവാൻ തക്കവണ്ണം ന്യായപ്രമാണ പ്രകാരം പണിയപ്പെട്ട കോർട്ട് ഓഫ് ദി ജെന്റൈൽസ് അല്ലെങ്കിൽ ജാതികൾക്ക് വേണ്ടി പണിയപ്പെട്ട പ്രാകാരത്തിൽ ജാതികൾ കടന്നു വന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം അവിടെ ബിസിനസ് ശാലകൾ കെട്ടിപ്പടുത്തിരിക്കുന്ന അനുഭവം കണ്ട് കർത്താവ് വേദനിച്ചു എങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് ദൈവജനം കൂടി വരുന്നതിന്റെ മധ്യത്തിൽ കണ്ണുനീരിന്റെ അനുഭവം കാണാതെ, വേദനയുടെ അനുഭവം കാണാതെ, മാനസാന്തരത്തിന്റെ അനുഭവം കാണാതെ, ദൈവത്തിന് പുകഴ്ച കൊടുക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ജനത്തിന്റെ മധ്യത്തിൽ അത് കാണാതെ, ഹല്ലേലൂയ, ബിസിനസിന്റെ അനുഭവമാണ് ഇന്ന് ജനത്തിന്റെ മധ്യത്തിൽ നടക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, അന്ന് എരിവ് ഉണ്ടായ കർത്താവിന്റെ ആത്മാവ് ഇന്നും ദൈവസഭയുടെ മധ്യത്തിൽ എരിയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. Hallelujah. സഹോദരന്മാരെ, സഹോദരിമാരെ, when I say that I follow Christ, we need to have the same zeal that Jesus had once. യേശു കർത്താവിനുണ്ടായ ആ എരിവ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഞാനും നിങ്ങളും യേശു കർത്താവിനെ പിൻഗമിക്കുന്നു എന്ന് പറയുന്നു എന്നതിൽ അർത്ഥമുള്ളൂ. ഹല്ലേലൂയ. എല്ലാ ഭക്തന്മാരുടെയും ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നു. ദൈവജനത്തെ കാക്കുവാനുള്ളത്, ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളത്, ദൈവസഭയെ സൂക്ഷിക്കുവാനുള്ളത്, ദൈവസഭയ്ക്ക് ചുറ്റും മതിലായി നിൽക്കുവാൻ തക്കവണ്ണം ശത്രു അതിന്റെ ഉള്ളിലേക്ക് കടന്നു വരാതെ, ലോകം അതിന്റെ ഉള്ളിലേക്ക് കടന്നു വരാതെ, ബിസിനസ് അതിന്റെ ഉള്ളിലേക്ക് കടന്നു വരാതെ, ലാഭേച്ഛ അതിന്റെ ഉള്ളിലേക്ക് കടന്നു വരാതെ, ലൗകികമായ അപേക്ഷകൾ അതിന്റെ ഉള്ളിലേക്ക് കടന്നു വരാതെ, അതിന്റെ പരിഭാവനതയോടെ അതിന്റെ ആത്മീയത സൂക്ഷിക്കുവാനുള്ള ദാഹം എല്ലാ ഭക്തന്മാർക്കും ഓരോരോ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അതിനവർ വില കൊടുക്കേണ്ടി വന്നു. ചിലർ ജീവനെ കൊടുക്കേണ്ടി വന്നു, അതിൽ ചിലർ കുടുംബങ്ങളെ കൊടുക്കേണ്ടി വന്നു, ചിലർ തങ്ങൾക്കുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ അവകാശങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വന്നു. പലയിടത്തും പലരും പീഡിപ്പിക്കപ്പെട്ടു. എന്തിന്? ദൈവസഭയെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവസഭയ്ക്ക് മധ്യത്തിൽ അവർ എഴുന്നേറ്റ് നിന്നതുകൊണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, ഇന്നത്തെ രാത്രി ചോദ്യം നമ്മളോട് ഇതാ: ഡു യു ഹാവ് എ കൺസേൺ അബൌട്ട് ദ ചർച്ച് യു ആർ ഇൻ? നിന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയെക്കുറിച്ച് നിനക്കൊരു കൺസേൺ ഉണ്ടോ? നിനക്കൊരു സീലുണ്ടോ? വൈ ആർ യു കമ്മിങ് ഇൻ ടു ദ ചർച്ച്? ജസ്റ്റ് ടു ഡു യുവർ പാർട്ട്, ജസ്റ്റ് ടു ഡു യുവർ റോൾ?
നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വേല ചെയ്ത് നിന്നെ തന്നിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിച്ച് മടങ്ങിപ്പോവുക മാത്രമാണോ നിന്നെ ദൈവം വിളിച്ചതിൻ്റെ ഉദ്ദേശ്യം? എന്നെ വിളിച്ചിരിക്കുന്ന ഇതാണ്, ഞാൻ ഇത്രയും ചെയ്തുകൊണ്ട് എൻ്റെ കാര്യങ്ങളെ തീർത്തിട്ട് ഞാൻ മടങ്ങിപ്പോകാം, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എങ്ങനെ ചെയ്യുന്നു, അതെൻ്റെ വിഷയമില്ല. ഇതാണോ എൻ്റെയും നിങ്ങളുടെയും ചിന്താഗതി? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതാണ് നമ്മുടെ ചിന്താഗതിയെങ്കിൽ അവിടെ ക്രൂശ് എടുക്കേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് ചുമക്കേണ്ട ആവശ്യമില്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വേല ഞാൻ വന്ന് ചെയ്യുകയാണ്, നിങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന വേല നിങ്ങൾ വന്ന് ചെയ്ത് അത് ഭംഗിയായി ചെയ്ത് മടങ്ങിപ്പോവുകയാണെങ്കിൽ നിങ്ങളോ ഞാനോ ക്രൂശ് എടുക്കേണ്ട കാര്യം വരില്ല. നിങ്ങളും ഞാനും നിന്ദിക്കപ്പെടേണ്ട കാര്യം വരികയില്ല. കർത്താവിന്റെ നാമത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടേണ്ട കാര്യം വരികയില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്നാൽ അതിനപ്പുറമായി ദൈവത്തിന്റെ സഭ വളരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ദൈവത്തിന്റെ സഭയെ സൂക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ അപ്പുറത്തിരിക്കുന്ന സഹോദരൻ, എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന സഹോദരൻ, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരി, എൻ്റെ പുറകിലിരിക്കുന്ന സഹോദരി, ഇവർ വളരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവർ കർത്താവിന്റെ വഴികളിലൂടെ നടക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതിനുള്ളിൽ ഭാരത്തോടെ കടന്നു വരുന്നവരുണ്ട്, വേദനയോടെ കടന്നു വരുന്നവരുണ്ട്, നിന്ദിക്കപ്പെട്ടിരിക്കുന്നവരുണ്ട്, പലയിടങ്ങളിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നവരുണ്ട്, ഹൃദയത്തിൽ ഭാരമായി കടന്നു വരുന്നവരുണ്ട്, പാപബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നവരുണ്ട്, പിശാചിന്റെ പിടിയിൽ അവന്റെ ഞെരുക്കത്തിൽ അവന്റെ സമ്മർദ്ദത്തിലായിരിക്കുന്നവരുണ്ട്. അവരെ വിടുവിക്കുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ, അവരുടെ വേദനയിൽ അവരോട് കൂടെ ഇരിപ്പാൻ, അവർക്ക് കൂട്ടായ്മ കൊടുക്കുവാൻ, അവരുടെ തോളിൽ കൈകിട്ടുകൊണ്ട് സാരമില്ല സഹോദര, സാരമില്ല സഹോദരി എന്ന് പറയുവാൻ ഉള്ള ഉത്തരവാദിത്വം കൂടെ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളിൽ എത്ര പേര് ആർ വി സെന്റേർഡ് ഇൻ ദാറ്റ് റെസ്പോൺസിബിലിറ്റി? Are we concerned about this responsibility? ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമോ? വേറൊരു ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ്, വേറൊരു വ്യക്തിയുടെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്, നമ്മൾ നിന്ദിക്കപ്പെടുന്നത്, ഒരുപക്ഷെ നമ്മൾ പരിഹസിക്കപ്പെടുന്നത്, ഒരുപക്ഷെ നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നത്. അവിടെയാണ് നമ്മൾ ക്രൂശെടുക്കുന്നത്, അവിടെയാണ് കർത്താവിന്റെ വഴിയെ പോകുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, യേശു കർത്താവ് ചാട്ടവാർ എടുത്തപ്പോൾ വാസ് ഇറ്റ് ഈസി ഫോർ ഹിം ടു ഡു ദാറ്റ്? നോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത്ര വലിയ മിലിറ്ററിയുടെ മുമ്പിൽ, ഇത്ര വലിയൊരു ഗാരിസൺ, റോമൻ ഗാരിസന്റെ മുമ്പിൽ, അതുമല്ല ടെമ്പിൾ പോലീസ് അവിടെയുണ്ട്, ആലയത്തെ കാക്കുന്ന പോലീസുകാർ അവിടെയുണ്ട്, അത് മാത്രമല്ല മുമ്പേ പറഞ്ഞ പോലെ ആംഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡുകളുണ്ട്. അവരുടെയൊക്കെ മധ്യത്തിൽ, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മധ്യത്തിൽ ഇതാ ഒരു മനുഷ്യൻ ചാട്ടവാറും എടുത്തുകൊണ്ട് ഹല്ലേലൂയ തന്റെ ടോപ്പ് ഓഫ് ഹിസ് വോയിസ് അലറുകയാണ്, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത്, ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. അതിന് ധൈര്യം വേണം, അതിന് ജീവനെ പണയം വെക്കണം. തന്റെ കൂടെ നിൽക്കുവാൻ ഒരു ശിഷ്യനുമില്ല. ഇവിടെ തുടക്കമായി, ഇറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് ഹിസ് മിനിസ്ട്രി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അവരെല്ലാവരും പുറത്തു പോയെന്നാ പറയുന്നത്. എന്തുകൊണ്ടാ? ഈ ചാട്ടവാറിനെ പേടിച്ചാണോ? കയ്യിൽ അന്ന് തോക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കയ്യിലിരിക്കുന്ന മാരകായുധങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് ഒരു ചാട്ടവാറിനെ പേടിക്കുന്ന പടയാളികൾ വല്ലതും അവിടെ ഉണ്ടോ? ഇല്ല. അവിടെ ദൈവ ഭയം ഇറങ്ങി വന്നെന്നാണ് നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാകുന്നത്. കർത്താവിനെ കണ്ടപ്പോൾ, ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവിന്റെ മഹത്വം കണ്ടപ്പോൾ, അവൻ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടപ്പോൾ, യോഹന്നാൻ അവന്റെ മുമ്പിൽ മരിച്ചവരെ പോലെ വീണെന്ന് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, കർത്താവ് ചാട്ടവാറും എടുത്തുകൊണ്ടതിന് മധ്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെയുള്ള മനുഷ്യരുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണു എന്നുള്ളതാണ്. ഞാനും നിങ്ങളും കർത്താവ് തരുന്ന ചാട്ടവാർ കയ്യിലെടുത്തുകൊണ്ട് ദൈവസഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ, നിന്നെയും എന്നെയും അല്ല ലോകം ഭയപ്പെടുന്നത്, സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള ഭയം ദൈവസഭയുടെ മധ്യത്തിൽ വ്യാപരിക്കും, ദൈവജനത്തിന്റെ മധ്യത്തിൽ വ്യാപരിക്കും. ഹല്ലേലൂയ. പാപത്തിനെതിരെ നീ പോരാടുമ്പോൾ, ദൈവസഭയുടെ മധ്യത്തിൽ നടക്കുന്ന ഭിന്നതയ്ക്കെതിരെ നീ പോരാടുമ്പോൾ, അധികാര പടംവലിക്കെതിരെ നീ പോരാടുമ്പോൾ, അശുദ്ധി ദൈവസഭയുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്നതിനെ നീ എക്സ്പോസ് ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ സഭയുടെ കാവൽക്കാരിയായി നീ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്നിലൂടെ ദൈവശക്തി സഭയുടെ മധ്യത്തിൽ വെളിപ്പെടും. അതാ നമുക്കവിടെ പഠിക്കുവാനായിട്ട് കാണുന്നത്. പക്ഷെ അതിന് we need to take a risk like Jesus had taken. കർത്താവ് എടുത്തതുപോലെ തയ്യാറാകുവാൻ നമ്മൾ തയ്യാറാകണം. ഇരുന്ന് ചാട്ടവാർ ഉണ്ടാക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. കർത്താവിന്റെ ആലോചന ഞാൻ ചാട്ടവാറായിട്ട് അവിടെ കാണുന്നത് എന്തെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ കൗൺസിൽ ഓഫ് ഗോഡ്. ഇറ്റ് ഈസ് സിംപ്ലി ആൻ ഇൻസ്ട്രുമെന്റ് which Jesus used. It was simply an instrument. It is an external expression of God's counseling. കർത്താവിന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള പുറത്ത് കാണത്തക്കവണ്ണമുള്ള ഒരു എക്സ്പ്രഷൻ മാത്രമാണ് ആ സ്കൂർജ് അല്ലെങ്കിൽ വെപ്പൻ അല്ലെങ്കിൽ ആ വിപ്പ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്റെയും നിന്റെയും നാവിൽ കർത്താവ് ആലോചന തരും. എന്നോടും നിങ്ങളോടും കർത്താവ് ആലോചന പറയും എങ്ങനെ സഭയെ സൂക്ഷിക്കണമെന്ന്,
എങ്ങനെ സഹോദരങ്ങളെ നേടണമെന്ന്, എങ്ങനെ സഹോദരങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തണമെന്ന്, എങ്ങനെ ഭാരത്തിലൂടെ കടന്നു പോകുന്ന, വേദനയിലൂടെ കടന്നു പോകുന്ന, പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്ന, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ പണിതെടുക്കണമെന്ന്, എങ്ങനെ വഴിവിട്ടു പോകുന്ന ശുശ്രൂഷക്കാരെ വഴിയിലേക്ക് കൊണ്ടുവരണമെന്ന്, എങ്ങനെ ആലോചന പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മൾ ആരും അത് ഉണ്ടാക്കണ്ട. കർത്താവ് നമുക്ക് തരും. If we have the time to sit at his feet. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാ, ആർ വി ഇൻട്രസ്റ്റഡ് ഓർ ഡു വി കം ഇൻ ടു ദി ചർച്ച് ഫോർ ഗോഡ്സ് ഇൻട്രസ്റ്റ് ഓർ അവർ ഇൻട്രസ്റ്റ്? യേശു കർത്താവ് ആലയത്തിലേക്ക് കടന്നു പോയപ്പോൾ അവൻ ചെയ്തത് പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി ചെയ്തു, തൻ്റെ ഇഷ്ടമല്ല. ചിന്തിക്കണമേ സഹോദരങ്ങളെ, തൻ്റെ ഇഷ്ടമല്ല ചെയ്തത്. യേശു കർത്താവിന് അവിടെ കടന്നു പോയിട്ട് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ വഴിപാടർപ്പിച്ചിട്ട് മടങ്ങിപ്പോകാമായിരുന്നു. പക്ഷെ താൻ അവിടെ കടന്നുപോയി താൻ ചെയ്തതൊക്കെയും പിതാവിന് വേണ്ടിയാ ചെയ്തത്. He was concerned about God's interest rather than my interest. Hallelujah. ദൈവസഭയുടെ മധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ what do we concentrate in? നമ്മൾ എന്തിലാണ് ശ്രദ്ധിക്കുന്നത്? എൻ്റെ ഇൻട്രസ്റ്റ്, ഞാൻ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ ശുശ്രൂഷകൾ ഭംഗിയായി തീരണം, എന്നെ എല്ലാവരും അംഗീകരിക്കണം, ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം, ഞാൻ മൂലം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് ചിലർ സാക്ഷ്യം പറയണം. ഇതൊക്കെയാണോ നമ്മുടെ ഇഷ്ടം? അതോ കർത്താവേ, എന്നെ ഒരുവനെ അങ്ങ് സൃഷ്ടിച്ചത് മൂലം, എന്നെ ഒരുവനെ അങ്ങ് വീണ്ടെടുത്തത് മൂലം, എന്നെ ഒരുവനെ അങ്ങയുടെ ശുശ്രൂഷയുടെ ഭാഗമാക്കിയത് മൂലം അങ്ങയുടെ നാമം എത്രമാത്രം മഹിമപ്പെടുന്നു, അങ്ങയുടെ ജനം എത്രമാത്രം അനുഗ്രഹിക്കപ്പെടുന്നു, അങ്ങയുടെ സഭ എത്രമാത്രം ശുദ്ധീകരിക്കപ്പെടുന്നു, അങ്ങയുടെ വഴികൾ എത്ര വിശദമായി എത്ര വ്യക്തമായി ദൈവത്തിന്റെ ജനം കാണുവാൻ തക്കവണ്ണം അടിയൻ മൂലം ഇടയാകുന്നു. അതാണോ എൻ്റെ നിങ്ങളുടെയും കൺസേൺ? അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. He was not concerned about his name. Jesus was not concerned about his own reputation. What would be? ഞാനൊരു കാര്യം പറയട്ടെ, കർത്താവ് ഇത് കണ്ടു കഴിഞ്ഞാൽ കർത്താവ് ദൈവപുത്രനാണെന്ന് ആരെങ്കിലും പറയുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കുറേ വർഷങ്ങളായി, ഒരു പക്ഷേ ഞാൻ പറയുന്നു നൂറ്റാണ്ടുകളായി ഒരുപോലെ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയുടെ മധ്യത്തിൽ ഒരാൾ ഒരു കെയോസ് ഉണ്ടാക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ വചനഭാഗത്തിലെങ്ങും അവിടെ ഒരു അൺറസ്റ്റ് ഉണ്ടായതായിട്ട് പറയുന്നില്ല, ഒരു പ്രശ്നം അവിടെ സംഭവിച്ചതായിട്ട് പറയുന്നില്ല, ഒരു ബഹളം ഉണ്ടാക്കിയതായിട്ട് അവിടെ പറയുന്നില്ല. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ പൗലോസിനെതിരെ ഒരു വലിയ ജനക്കൂട്ടം എഫേസോസിൽ എഴുന്നേൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പൗലോസിനെ അടിക്കാനും ഉപദ്രവിക്കുവാനുമായിട്ട് വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജനങ്ങളെല്ലാം ഇളകിയെന്ന്. അതുപോലെ 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, അവിടെയും പട്ടണം മുഴുവനും ഇളകിയതായിട്ട് കാണുന്നുണ്ടല്ലേ. എന്നാൽ ഇവിടെ നോക്കിക്കേ, പട്ടണം ഇളകിയതായിട്ട് കാണുന്നുണ്ടോ? പോലീസ് വന്ന് യേശു കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ടോ? പടയാളികൾ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? God was fully in control. There was no unrest at all. Hallelujah. കാരണം എന്തെന്ന് ചോദിച്ചാൽ, Jesus was fully in God's hand, in his Father's hand when he was doing it. കർത്താവ് ഇത് ചെയ്തത് തൻ്റെ ഇഷ്ടത്തിലല്ല, കർത്താവ് ഇത് ചെയ്തത് തൻ്റെ മോട്ടിവേഷനിലല്ല, കർത്താവ് ഇത് ചെയ്തത് തൻ്റെ യുക്തിയിലല്ല, പിതാവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്ത. ഇന്ന് ദൈവസഭയുടെ മധ്യത്തിലേക്കൊന്ന് നോക്കിയ ദൈവമക്കളെ, ദൈവജനം പാപത്തിൻ്റെ മധ്യത്തിലായിരിക്കുന്നു, ദൈവജനം ലോക സ്നേഹത്തിലായിരിക്കുന്നു, ദൈവജനം പിശാചിന്റെ കൈകളിൽ ആയുധങ്ങളായി മാറിയിരിക്കുന്നു. ശുശ്രൂഷ ചെയ്യേണ്ടവർ പോലും ഡിനോമിനേഷൻസ് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. അവർക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, ദൈവജനത്തിന്റെ വിടുതലിന് വേണ്ടി, കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിയുന്നില്ല. കാരണം അവർ ഭിന്നിച്ചിരിക്കുകയാണ്. ദേശാധിപതിക്കെതിരെ നിൽപ്പാൻ തക്കവണ്ണം ദേശത്തിലെ ശുശ്രൂഷകർക്ക് ഒന്നിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. കാരണം ഒരുവനതിന് ആഗ്രഹമുണ്ടായാലും മറ്റൊരാളെ കിട്ടത്തില്ല. കാരണം പലരും പല രീതിയിൽ ചിന്തിക്കുന്നവരാ. ഏകാഗ്രത കിട്ടുന്നില്ല. എല്ലാവരുടെയും ഉദ്ദേശ്യം ദൈവനാമ മഹത്വത്തിനായി തീരണം എന്നുള്ളതല്ല. അവരെല്ലാവരും താങ്കളുടെ ഇഷ്ടങ്ങൾ നോക്കുന്നു, താങ്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, താങ്കളുടെ അജണ്ടകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് എന്തു പറ്റുന്നു? ദേശം പിശാചിന്റെ കയ്യിൽ അമർന്നു പോവുകയാ, ദൈവജനം പിശാചിന്റെ കയ്യിൽ അമർന്നു പോവുകയാ. ഹല്ലേലൂയ. വിശുദ്ധവും അവിശുദ്ധവും തമ്മിൽ തിരിച്ചു കാണിക്കുവാൻ തക്കവണ്ണം ശുശ്രൂഷകർക്കോ പ്രവാചകന്മാർക്കോ ഇന്ന് കഴിയുന്നില്ല സഹോദരങ്ങളെ. കാരണം തിരിച്ചു കാണിക്കേണ്ടവർ വിശുദ്ധിയെയും അശുദ്ധിയെയും മാറ്റി കാണിക്കേണ്ടവർ തന്നെ വിശുദ്ധിയിലല്ല നിൽക്കുന്നത്, അശുദ്ധിയുടെ പിടിയിലായി പോയിരിക്കുന്നു. ഇതിൻ്റെ മധ്യത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് എന്നെയും നിങ്ങളെയും അന്വേഷിക്കുക. കർത്താവിന് വേണ്ടി നിൽപ്പാൻ. ജനമെല്ലാം തെറ്റിദ്ധരിച്ചാലും, എല്ലാവരും ഇൻഡീസെന്റ് ആണെന്ന് പറഞ്ഞാലും, യേശുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള പുരോഹിതന്മാരോട് ചോദിച്ചു നോക്ക്, ഇത് കണ്ടുകൊണ്ടിരുന്ന സാധാരണക്കാരോട് ചോദിച്ചു നോക്ക്, അവരെല്ലാവരും പറയുന്നു ഇങ്ങനെയല്ല ഇത് ഹാൻഡിൽ ചെയ്യേണ്ടിയിരുന്ന കാര്യം. യേശു കർത്താവിനോട് ഒരു പക്ഷേ ശിഷ്യന്മാർ പോലും വന്ന് പറഞ്ഞു പോയേക്കാം, യേശുവെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഹാൻഡിൽ ചെയ്യേണ്ടത്.
യേശു ദൈവപുത്രനല്ലേ, സ്നേഹത്തിന്റെ പുത്രനല്ലേ? ഇതിന് കുറച്ചു മുമ്പ് കാനാവിലെ കല്യാണത്തിന് അവിടുത്തെ വീഞ്ഞു പോരാതെ വന്നപ്പോൾ വീഞ്ഞു കൊടുത്ത് സ്നേഹത്തെ കാണിച്ചവനല്ലേ യേശു കർത്താവ്? ഹല്ലേലൂയ. ഇല്ലായ്മയിൽ സഹതാപം കാണിച്ച് ഒരു കുടുംബത്തിന്റെ നാണക്കേട് മുഴുവനും മാറ്റി അവിടെ സുലഭമായി വീഞ്ഞുണ്ടാക്കി കൊടുത്ത് എല്ലാവരെയും സന്തോഷിപ്പിച്ച കർത്താവല്ലേ ഇത്? ഇപ്പൊ നോക്ക്, തൊട്ടടുത്ത ദിവസം ചാട്ടവാറെടുത്ത് എല്ലാവരെയും അടിക്കുക. വാട്ട് സോർട്ട് ഓഫ് എ മിനിസ്ട്രി ഈസ് ദിസ്? എന്ത് തരത്തിലുള്ള ശുശ്രൂഷയാണിത്? ലോകം ഇൻഡീസെന്റ് ആയിട്ട് കർത്താവിനെ വിളിച്ചേക്കാം, പക്ഷേ ഒരു കാര്യം ഓർക്കണമേ, ലോകത്തിന്റെ മുമ്പിൽ ഡീസെന്റ് ആയിരിക്കുന്നവന് ദൈവത്തിന്റെ സഭയെ പണിയാൻ കഴിയത്തില്ല. മനസ്സിലാക്കണമേ ദൈവമക്കളെ, ലോകത്തിന്റെ മുമ്പിൽ ഡീസെന്റ് ആയിരിക്കുന്നവൻ, ലോകത്തിന്റെ പേരും പെരുമയും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവൻ, ലോകത്തിന്റെ കയ്യടി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവൻ, മറ്റുള്ളവർ നമുക്ക് സ്ഥാനങ്ങളും മാനങ്ങളും തരണം, മറ്റുള്ളവർ നമുക്ക് അവസരങ്ങൾ തരും, നമ്മുടെ പേരും പെരുമയും വർദ്ധിക്കും, ഈ ആഗ്രഹിക്കുന്ന ഒരൊറ്റ വ്യക്തിക്ക് പോലും പിതാവിനെ മഹത്വപ്പെടുത്തുവാനോ യേശുവിന്റെ വഴികളിൽ നടക്കുവാനോ കഴിയത്തില്ല. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വി നീഡ് ടു ബി സോൾഡ് ഔട്ട് കംപ്ലീറ്റ്ലി ഫോർ ഗോഡ്സ് ഗ്ലോറി. നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ കൊടുക്കണം. പത്രോസ് ചെയ്ത പോലെ, പൗലോസ് ചെയ്ത പോലെ, യോഹന്നാൻ ചെയ്ത പോലെ, യാക്കോബ് ചെയ്ത പോലെ തങ്ങൾക്കുള്ളതൊക്കെയും തങ്ങളുടെ പേരിനെ പോലും മറന്ന് അവൻ്റെ പിന്നാലെ വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവന് വേണ്ടി സർവവുമായി തീരുവാനായിട്ട് കഴിയൂ. ഹല്ലേലൂയ. ബാക്കി എല്ലാത്തിനോടും ബൈ പറഞ്ഞ് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് കഴിയൂ. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഹല്ലേലൂയ. എൻ്റെ കൂട്ടുകാരാണ് എനിക്ക് വലുതെങ്കിൽ, എൻ്റെ വീട്ടുകാരാണ് എനിക്ക് വലുതെങ്കിൽ, സഭയിലുള്ളവരാണ് എനിക്ക് വലുതെങ്കിൽ, അയൽവക്കക്കാരാണ് എനിക്ക് വലുതെങ്കിൽ, ഹല്ലേലൂയ, അവരുടെ മുഖത്ത് നോക്കി അവരുടെ തെറ്റുകളെ ദൈവം ആലോചന തരുന്ന പ്രകാരം അറിയിപ്പാൻ തക്കവണ്ണം എനിക്ക് കഴിയാതെ വരും. ഹല്ലേലൂയ. ഐ മേ ലുക്ക് ഇൻഡീസെന്റ്, I may look inappropriate sometimes in the eyes of the world. ലോകത്തിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ ഞാൻ യോഗ്യനായി കാണപ്പെടുകയില്ലായിരിക്കാം, ഞാൻ യോഗ്യനായി എണ്ണപ്പെടുകയില്ലായിരിക്കാം. ദൈവസഭയുടെ മധ്യത്തിൽ പോലും ചില സഹോദരന്മാരും സഹോദരിമാരും ഒരു പക്ഷെ പറഞ്ഞേക്കാം, ദാറ്റ് ഈസ് ടു മച്ച്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, യു ആൻഡ് ഐ നീഡ് ടു ലേൺ ഫ്രം ജീസസ്. യു ആൻഡ് ഐ നീഡ് ടു ലേൺ ഫ്രം ജീസസ്. ഞാനും നിങ്ങളും യേശു കർത്താവിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ ഞാൻ മനോഹരമായ ഒരു വാക്യം, എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, Hebrews chapter 6 verses 10 downwards. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളൊന്ന് നോക്കിയേ. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയോടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, you and I have a responsibility towards our fellow believer, our fellow brothers and sisters. We need to be growing together. നമ്മൾ ഒന്നിച്ച് വളരണം. നമ്മൾ ഒന്നിച്ച് വളരുവാൻ തക്കവണ്ണമാണ് കർത്താവ് നമ്മളെ ഒരു സഭയുടെ ഭാഗമാക്കിയിരിക്കുന്നത്. ചിലർക്കൊരു ചിന്താഗതിയുണ്ട്, ഞായറാഴ്ച ഏതെങ്കിലും ഒരു സഭയിൽ പോയാൽ മതിയല്ലോ. ചിലരങ്ങനെ പറയുന്നേക്കാം, ഞാൻ എവിടെ പോയാലും ഞാൻ അവിടുത്തെ സഭയിൽ പോകും. ഹല്ലേലൂയ. അങ്ങനെ ഏതെങ്കിലും ഒരു സഭയിൽ പോകുവാനല്ല നിന്നെ ദൈവം വിളിച്ചത്. നിന്നെ ദൈവം ഏതെങ്കിലും ഒരു സഭയുടെ ഭാഗമാക്കിയിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയുടെ ഭാഗമാക്കിയിരിക്കുന്നുവെങ്കിൽ, ആ സഭയിൽ നിന്നെ കൊണ്ട് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, നിന്നെ കൊണ്ടൊരു ഉത്തരവാദിത്വം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നിന്നെ അവിടെ ആക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. മറന്നു പോകരുത് സഹോദര സഹോദരി. നമുക്കൊരു ഉത്തരവാദിത്വവും എടുക്കണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വേണമെങ്കിലും ഒക്കെ പോകാം, പക്ഷെ കർത്താവ് പ്രസാദിക്കത്തില്ല. കർത്താവ് അവിടെ പ്രസാദിക്കത്തില്ല. കാരണം എന്ന് ചോദിച്ചാൽ, യു ആൻഡ് ഐ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദി അതർ ബിലീവർ, അതർ ബ്രദർ ആൻഡ് സിസ്റ്റർ ഹു ഈസ് ഇൻ ദ സെയിം ബോഡി വേർ യു ആർ, വിത്ത് whom you are breaking the bread with. ഹല്ലേലൂയ. നീ അപ്പം നുറുക്കുന്ന, നിന്നെ ആക്കി വെച്ചിരിക്കുന്ന കർത്താവിന്റെ ശരീരമാകുന്ന ലോക്കൽ സഭയുടെ ഭാഗമാക്കി നിന്നെ വെച്ചിരിക്കുന്നെങ്കിൽ, പ്രാദേശിക സഭയുടെ ഭാഗമാക്കി നിന്നെ വെച്ചിരിക്കുന്നെങ്കിൽ, നിനക്ക് ആ സഭയോട് ഉത്തരവാദിത്വമുണ്ട്. അവിടുത്തെ തന്റെ സഹോദരന്മാരോടും സഹോദരിമാരോടും നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവർ നിന്നെ നോക്കുമ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുവാൻ നിനക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സഹവിശുദ്ധന്മാരെ, സഹവിശുദ്ധകളെ ഹല്ലേലൂയ അവരുടെ വളർച്ചയിൽ നാം സഹായിക്കണം. ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം സഹായിക്കണം. ഒരുപക്ഷെ നമ്മളിൽ പലരും ചിന്തിക്കും നമ്മുടെ ആത്മീക ജീവിതത്തിന് മാത്രമാണ് നമ്മൾ ഉത്തരവാദികളെന്ന്. ഞാൻ വളരുന്നുണ്ടല്ലോ അത് മതി, എന്നെ ദൈവം ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് മതി, എൻ്റെ ശുശ്രൂഷകൾ മാനിക്കുന്നുണ്ടല്ലോ അത് മതി. നമ്മളെ പലരുടെയും ചിന്ത ഏതാണ്? ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. കർത്താവ് നമ്മളോട് ചോദിക്കും, വേർ ഈസ് യുവർ ബ്രദർ? വേർ ഈസ് യുവർ ബ്രദർ? നിന്നെ ഞാൻ അവിടെ ആക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയാ. ഹല്ലേലൂയ. നിന്റെ സഹോദരനെ കൂടെ നീ വളർത്തിക്കൊണ്ടുപോകണം. അവൻ വളരുന്നില്ലെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഹല്ലേലൂയ. അവൾ വളരുന്നില്ലെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ബട്ട് ഡിഡ് യു ഡു സംതിങ് അബൌട്ട് ദാറ്റ്? Are you concerned about that? Are you praying for her? Have you been spending time for her? Have you offered yourself for him? സഹോദര സഹോദരി, നിന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യാം, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്തു കൊടുക്കുവാൻ നീ തയ്യാറാണ് എന്ന് നീ നിന്നെ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ വാക്യം എഴുതിയിരിക്കുന്നതാ. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണമാണ് ദൈവസഭയുടെ ഭാഗമാക്കി നമ്മളെ മാറ്റിയിരിക്കുന്നത്. ഇത് തന്നെ മനോഹരമായ ഒരു വാക്യമായിട്ട് നമുക്ക് റെവലേഷൻ, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൽ വരുമ്പോൾ കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗം വരുന്നുണ്ട്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ, 7-8 വാക്യങ്ങൾ നോക്കി. അവിടെ വലിയ മർമ്മം കാണുന്നുണ്ട്. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ഹൂ ഈസ് ദിസ് ബ്രൈഡ് ടോക്കിംഗ് അബൌട്ട്? ദിസ് ബ്രൈഡ് ഈസ് എ ചർച്ച്. സഭ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നെന്നാ. എങ്ങനെ ഒരുക്കിയിരിക്കുന്നു എന്ന് അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത് നോക്കിയേ. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. ഞാനും നിങ്ങളും പരസ്പരം ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യുന്ന നീതിപ്രവർത്തികൾ ദൈവസഭയുടെ ഹല്ലേലൂയ വസ്ത്രമായി മാറ്റപ്പെടുകയാണ്. ഈ ദേശത്ത് ഈ ദൈവസഭ ഗ്ലിറ്ററാകുന്നത്, ഗ്ലേസ് ചെയ്യുന്നത്, മനോഹരമായി ശോഭിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ വിശുദ്ധീകരണം, നമ്മുടെ ശുദ്ധീകരണ പ്രവർത്തികളാണ്. ഹല്ലേലൂയ. നമ്മൾ പരസ്പരം സേവ ചെയ്യുമ്പോൾ, പരസ്പരം സഹായിക്കുമ്പോൾ, പരസ്പരം സ്നേഹിക്കുമ്പോൾ, ഒരാളെ കരുതുമ്പോൾ, ഹല്ലേലൂയ, ഈ വിശുദ്ധിയുടെ പ്രവൃത്തികളാണ് ദൈവസഭയാകുന്ന കാന്തയ്ക്ക് ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്നു വിശേഷ വസ്ത്രമായി തീരുന്നത്. ഇൻ ഷോർട്ട് ഞാൻ ഇങ്ങനെ പറയാം, വി ആർ knitting the wedding gown of the church. ദൈവത്തിൻ്റെ സഭയുടെ കല്യാണ വസ്ത്രം നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ നീതിപ്രവർത്തികൾ എങ്ങനെ? നമ്മളിലൂടെയുള്ള ക്രിസ്തുവിൻ്റെ നീതിപ്രവർത്തികൾ മൂലം. ഹല്ലേലൂയ. മനസ്സിലാക്കേണ്ടത് എൻ്റെ സഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, ഞാൻ ആയിരിക്കുന്ന സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി, ഞാൻ ആയിരിക്കുന്ന സഭയെ വിശേഷ വസ്ത്രം ധരിപ്പിക്കേണ്ടത് ഇവിടെ പറയുന്നു തന്നെത്താൻ. അവൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്നാ. എന്ത് അവിടെ എഴുതിയിരിക്കുന്നു? അവൾ തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കർത്താവ് ഒരുക്കിയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ കൃപ, ദാറ്റ്സ് അനദർ തിങ്. പക്ഷെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി തന്നിരിക്കുന്നു. ശുദ്ധീകരണം. ഞാൻ ശുദ്ധീകരിക്കപ്പെടുക, സഹോദരൻ ശുദ്ധീകരിക്കപ്പെടുക, സഹോദരിമാർ ശുദ്ധീകരിക്കപ്പെടുക. ആ ശുദ്ധീകരണത്തിലൂടെ കർത്താവിൻ്റെ സഭയുടെ ആ കല്യാണ വസ്ത്രത്തിൻ്റെ മനോഹാരിത വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാനും നിങ്ങളും മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഈ സഭ ടുമോറോ, ഈ സഭ എങ്ങനെയായിരിക്കും നാളെ? ഈ സഭയുടെ കല്യാണ വസ്ത്രത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുമ്പിൽ ഗ്ലോബലി ഒരു ചർച്ചാണ് നമുക്കറിയാം. നമ്മൾ ഗ്ലോബലായിട്ട് നോക്കുമ്പോൾ, സാർവത്രികമായിട്ട് നോക്കുമ്പോൾ ഒരൊറ്റ സഭയേ ഉള്ളൂ. യൂണിവേഴ്സലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ സഭയേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു ലോക്കൽ ചർച്ചിൻ്റെ എക്സ്പ്രഷനാണ്. ഇതൊരു പ്രാദേശിക സഭയാണ്. കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ സഭയുടെ ഒരു ഭാഗം മാത്രമാണ് ഈ ദേശത്തായിരിക്കുന്ന ഈ സഭ. പക്ഷെ ഈ ദേശത്തായിരിക്കുന്ന ഈ സഭ വിശുദ്ധീകരിക്കപ്പെടുവാൻ, ദേശത്തായിരിക്കുന്ന ഈ സഭ വിശുദ്ധ വസ്ത്രം ധരിക്കുവാൻ, ദേശത്തായിരിക്കുന്ന ഈ സഭയുടെ കല്യാണ വസ്ത്രം ഹല്ലേലൂയ പകിട്ടായി തീരുവാൻ തക്കവണ്ണം അങ്ങനെ ആക്കുവാനുള്ള ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളുടേതുമാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ മീൻ. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നു വിശുദ്ധന്മാരുടെ ഹല്ലേലൂയ നീതിപ്രവർത്തികളാണ് ആ വിശേഷ വസ്ത്രമെന്ന്. ഹല്ലേലൂയ. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്. ഹല്ലേലൂയ. ഞാൻ നെയ്യേണ്ട ഭാഗം ഞാൻ നെയ്യുക,
ഞാൻ കഴുകി വെടിപ്പാക്കേണ്ട ഭാഗം ഞാൻ കഴുകി വെടിപ്പാക്കുക, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റു സഹോദരങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക, അവരുടെ കൂടെ ഇരിക്കുക. അലസന്മാരായിട്ടുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുക, അലസകളായിട്ടുണ്ടെങ്കിൽ അവരുടെ പിന്നാലെ പോവുക, അവരെ വഴക്ക് പറയുക. എനിക്ക് ദൈവം അതിനുള്ള അവകാശവും അധികാരവും തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റികൾ വ്യക്തമായിട്ട് അവർക്ക് വേണ്ടി ചെയ്യുക. അതല്ല പ്രാർത്ഥിക്കാൻ അതിനെ വിളിച്ചിരിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ അവരോട് ഇടപെടുകയും അവരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുക. അല്ല എങ്കിൽ എങ്ങനെ പണിതെടുക്കുവാനായിട്ട് നമുക്ക് കഴിയും? നമ്മുടെ ചിന്ത ഇതായിരിക്കണം. ഹല്ലേലൂയ. This is talking about a great responsibility for the saints to do in the church. ദൈവസഭയിലായിരിക്കുന്ന വിശുദ്ധർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഉത്തരവാദിത്തമായത്. എൻ്റെ ഈ സഭയെ, ഞാൻ ആയിരിക്കുന്ന ഈ ലോക്കൽ ചർച്ചിനെ ദൈവസന്നിധിയിൽ ശുദ്ധമായി ശുഭ്രമായി അതേ മനോഹരമായി പ്രസന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം എൻ്റെതാണ്. അങ്ങനെ എല്ലാവരും ചിന്തിക്കണം. I hope you understand, my brothers, my sisters. Hallelujah. Praise God. ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. ഈ ദാഹം, ഈ സീൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്നത്തെ രാത്രിയിലെ മെസ്സേജിന്റെ ടൈറ്റിൽ അതാണ്, സീൽ ഫോർ ഗാഡ്സ് ഹൗസ്. ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള എരിവ്, എൻ്റെ സഭയെക്കുറിച്ചുള്ള എരിവ്. അതോ ഞാൻ ഒറ്റയ്ക്ക് മാറിപ്പോകുകയാണോ പഴയ സന്യാസിമാരെ പോലെ? പഴയ കാലത്തിലെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ പോലെ ഒരു ലോൺലി ലൈഫാണോ നമ്മൾ ജീവിക്കുന്നത്? ഒരു അസെറ്റിക് ലൈഫാണോ നമ്മൾ ജീവിക്കുന്നത്? ഏകാന്തമായ ഒരു ജീവിതം. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്നയാള്, ഞാൻ വചനം ധ്യാനിക്കുന്നയാള്, ഞാൻ എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, സഭയ്ക്കകത്ത് അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്ത് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് നമ്മളിൽ തന്നെ ഒതുങ്ങിക്കൊണ്ട് ഞാൻ വിശുദ്ധനാണ് അല്ലെങ്കിൽ ഞാൻ വിശുദ്ധയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോവുകയാണോ? അതല്ല. എൻ്റെ സഭയെക്കുറിച്ചുള്ള ഒരു വലിയ എരിവ് എനിക്കുണ്ട്, ഒരു വലിയ സീൽ ഫോർ ഗാഡ്സ് പീപ്പിൾ. ഹല്ലേലൂയ. വളരെ കാര്യമായിട്ട് നമ്മളത് മനസ്സിലാക്കണം. കർത്താവ് കടന്നു വന്നത് ആലയത്തെക്കുറിച്ചുള്ള എരിവ് തിന്നു കളഞ്ഞെന്ന് പറഞ്ഞാൽ ആലയത്തിൻ്റെ പെയിൻറ് പോയതിനെക്കുറിച്ചല്ല, ആലയത്തിൽ ഇച്ചിരി അറ്റകുറ്റപ്പണി ചെയ്യണമെന്നുള്ളതല്ല, കയറി വന്നിടത്ത ഗേറ്റിൻ്റെ ഒരു കമ്പ് ഒടിഞ്ഞു പോയി അതിനെക്കുറിച്ചുള്ള എരിവൊന്നും അല്ല കർത്താവിൻ്റെ എരിവ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മനസ്സാന്തരമാണ്, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വിശുദ്ധീകരണമാണ്. ഇന്ന് നോക്കിക്കേ, സഭയെക്കുറിച്ചുള്ള എരിവെന്ന് പറയുമ്പോൾ ശുശ്രൂഷകളുടെ എരിവ് എന്തുവാണെന്നറിയാമോ? മൈക്കിൻ്റെ ബാറ്ററി പോയി, അല്ലെങ്കിൽ മൈക്കിൻ്റെ സ്പീഡ് പോയി, അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല, ലൈറ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ ഭൗതികമായ വിഷയങ്ങളിലല്ലേ ഇന്ന് സഭയിൽ എല്ലാവർക്കും ഭാരവും പ്രയാസവും. എന്നാൽ ദൈവജനത്തിൻ്റെ പണിയിൽ, ദൈവജനത്തിൻ്റെ ശുദ്ധീകരണത്തിൽ, ഹല്ലേലൂയ, ദൈവജനം മാനസാന്തരപ്പെടുവാൻ, കുഞ്ഞുങ്ങൾ മാനസാന്തരപ്പെടുവാൻ, അടുത്തൊരു തലമുറയിലേക്ക് ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി അടുത്തൊരു തലമുറയിൽ ചെറിയ എഴുന്നേൽപ്പിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളിൽ എത്ര പേർക്ക് ഉത്തരവാദിത്വവും ആ തീക്ഷ്ണതയും വരുന്ന ദൈവമക്കളെ? നമുക്ക് എത്ര പേർക്ക് ഭാരമുണ്ട്? നമ്മൾ ആരും മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവർ നമ്മളെ തെറ്റിദ്ധരിക്കുമെന്ന് പേടിച്ച്, നാളെ അവർ മുഖം തരത്തില്ലെന്ന് പേടിച്ച്. കർത്താവ് അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ കർത്താവ് ഒരിക്കലും ഇത് ചെയ്യത്തില്ലായിരുന്നു. ചെയ്യുമായിരുന്നു? നിങ്ങൾ അപ്പോസ്തലന്മാരുടെ ജീവിതം ഒന്ന് നോക്ക്. 1 കൊരിന്ത്യർ 9-ാം അധ്യായം ഒന്ന് പഠിച്ചു നോക്കിയാൽ മനസ്സിലാകും പൗലോസ് എത്രമാത്രം അവഹേളിക്കപ്പെട്ടു എന്ന്. ഹല്ലേലൂയ. എത്രമാത്രം അവഹേളിക്കപ്പെട്ടു എന്ന്. ഈ ഭക്തന്മാരെ ഒക്കെ ഒന്ന് നോക്ക്, ഈ ശുശ്രൂഷകരെ ഒക്കെ നോക്ക്, പുതിയ നിയമസഭയിലെ പ്രവാചകന്മാരെ ഒന്ന് നോക്ക്. ഞാൻ ഈ ഭാവി പറയുന്ന പ്രവാചകന്മാരുടെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ പ്രൊഫറ്റിക് വേർഡ്സ്, പ്രൊഫറ്റിക് മിനിസ്റ്റർ ചെയ്യുന്ന ദൈവജനത്തെ അവരുടെ പാപങ്ങളെക്കുറിച്ച് കൊണ്ടുവരുന്ന ദൈവവചനം ശുശ്രൂഷിക്കുന്ന ശക്തന്മാരായ ദൈവദാസന്മാരെ കുറിച്ചും ദൈവദാസിമാരെ കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. അവരുടെയൊക്കെ ജീവിതം നോക്കിയേ, അവർ മുഖം നോക്കാതെ സംസാരിക്കും. എന്തുകൊണ്ടെന്നറിയാമോ? അവർ കാണുന്നത് അവരുടെ മുമ്പിലിരിക്കുന്ന ജഡത്തിലുള്ള മനുഷ്യരെയല്ല, പിന്നെയോ അവരുടെ ആത്മാക്കളെയാ കാണുന്നത്. നാളത്തെ ഇവരുടെ ഭാവി നിത്യ നരകത്തിലാവരുത്. ദൈവത്തിൻ്റെ സഭയുടെ ശുദ്ധീകരണം, ശുഭ്രമായിരിക്കുന്ന വസ്ത്രം ധരിച്ച് ദൈവസഭ കർത്താവിന്റെ സന്നിധിയിൽ അന്ന് കാണണം. ആ വിശേഷ വസ്ത്രം നെയ്തെടുക്കേണ്ടത് ഞാനും നിങ്ങളുമാ ഈ സഭയ്ക്ക് വേണ്ടി. ഞാൻ ഒരാൾ മാത്രം, നിങ്ങളൊന്ന് ചിന്തിച്ച്, ഒരു വസ്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രം നല്ല ക്ലീനാ, ബാക്കിയെല്ലാം മോശമായിട്ടിരുന്നു കഴിഞ്ഞാൽ ആ വസ്ത്രം എന്തിനു കൊള്ളാം? ആ വസ്ത്രത്തിന്റെ എല്ലാ ഭാഗവും ഒരുപോലെയായി തീരണം, എല്ലാവരെയും ഒരുപോലെ ഒരുക്കി തീർക്കണം. അതിനാണ് എന്നെ വിളിച്ചിരിക്കുന്നത്, അതിനാണ് നിങ്ങളെ ഓരോരുത്തരെയും സഹോദരങ്ങളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും ഓരോ കൃപ തന്ന്, ഓരോ റോള് തന്ന് ദൈവത്തിൻ്റെ സഭയിലാക്കി വെച്ചിരിക്കുന്ന അതിനു വേണ്ടിയാ. പരസ്പരം നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ കുറിച്ചും നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാ സഹോദരന്റെ മോള, ഇതാ സഹോദരന്റെ മോന, അല്ലെങ്കിൽ സഹോദരിയുടെ മോന. നോ, ഇതും അതുമൊന്നല്ല. ഇത് എൻ്റെ കുഞ്ഞാണ്, ഇത് എൻ്റെ സഹോദരനാണ്, ഇത് എൻ്റെ സഹോദരിയാണ്.
ആ ചിന്ത, ആ ഭാരം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി നമ്മൾ ഉപവസിക്കും, അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരയും. പിന്നീട് അവരുടെ ഇഷ്ടമൊന്നും നോക്കത്തില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളെ ഞാൻ ഉപദേശിക്കുന്ന അവരുടെ മുഖത്തെ സന്തോഷവും ദുഃഖവും നോക്കിയൊന്നുമല്ല. തെറ്റായത് കണ്ടാൽ തെറ്റാണെന്ന് പറയും. കാരണം ഞാൻ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ. സഭയിലുള്ള സഹോദരന്മാരോട് സഹോദരിമാരോട് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ, ദൈവഹിതമല്ലാത്തത് എന്തെങ്കിലും കണ്ടാൽ പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. They may be offended. Yes, exactly that had happened with Jesus. That had happened with the apostles. They were taking that cross. ആ ക്രൂശിനെ അവരെടുത്തു. ഹല്ലേലൂയ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളത് മറന്നു പോകരുത്. ഈ ഭാരം, ഈ ദാഹം പരസ്പരം നമുക്കുണ്ടാവണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല ക്രിസ്തുവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. ഞാനത് മൊത്തമായിട്ട് എടുക്കുന്നില്ല, അതിൽ നിന്ന് ഒരൊറ്റ വാക്കെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. വാട്ട് എവർ യു ഡു, ഡു ഇറ്റ് ഹാർട്ടിലി. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഹാർട്ടിലി എന്ന് പറഞ്ഞാൽ ഡു ഇറ്റ് ഫ്രം യുവർ സോൾ. നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യണമെന്ന്. നീ ചെയ്യുന്നതൊക്കെയും നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യണം. അത് പ്രാർത്ഥനയായിക്കൊള്ളട്ടെ, ശുശ്രൂഷയായിക്കൊള്ളട്ടെ, സഹായിക്കുന്നതായിക്കൊള്ളട്ടെ, നാം ചെയ്യുന്നത് എന്തുമായിക്കൊള്ളട്ടെ, നാം ചെയ്യുന്നത് പൂർണ്ണ മനസ്സോടെ ചെയ്യണം. ആരെയും ബോധിപ്പിക്കുവാനല്ല, ബുക്കിനകത്ത് പേര് വരുവാനല്ല. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മൾ മറന്നു പോകരുത്. ആരുടെയും മുമ്പിൽ നമ്മുടെ പേര് ഉയർത്തുവാനല്ല. പക്ഷേ നാം ചെയ്യുന്നത് പൂർണ്ണ മനസ്സോടെ ചെയ്യണം. കർത്താവ് അതാ പ്രസാദിക്കുന്നത്. 2 കൊരിന്ത്യർ 8, 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവസഭയുടെ ധർമ്മശേഖരത്തെക്കുറിച്ചും ഒക്കെ, ദൈവസഭയ്ക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ദേവദാസീദാസന്മാർക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, കൂട്ടു സഹോദരങ്ങൾക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ദൈവസഭയ്ക്ക് വേണ്ടി ഹല്ലേലൂയ നമ്മളെല്ലാവത് ചെയ്യേണ്ടത്, ഇതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെയൊക്കെ എഴുതിയിരിക്കുന്നത് എന്തറിയാമോ? മനസ്സോടെ, ഹൃദയത്തോടെ, പൂർണ്ണ നിശ്ചയത്തോടെ നമ്മൾ ചെയ്യണം. ദൈവസഭയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പൂർണ്ണ മനസ്സോടെ വരണം. ഒരു സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പൂർണ്ണ മനസ്സോടെ ചെയ്യണം. ഒരാളെ സഹായിക്കുന്നുവെങ്കിൽ പൂർണ്ണ മനസ്സോടെ ചെയ്യണം. നിർബന്ധത്താൽ അരുത്, മറ്റൊരാളുടെ പേരിനോ പെരുമയ്ക്കോ വേണ്ടി അരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ എരിവുള്ളവരെയാണ് കർത്താവ് നോക്കുന്നത്. നമുക്കറിയാം, സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ ഫിനെഹാസിനെ കുറിച്ച് പറയുന്നുണ്ട്. പാളയത്തിനകത്ത് അശുദ്ധീകരണം കടന്നു വന്നപ്പോൾ, പാളയം അശുദ്ധിയിലാകപ്പെട്ടപ്പോൾ, മ്ലേച്ഛമായത് പാളയത്തിൻ്റെ മധ്യത്തിൽ നടന്നപ്പോൾ ആദ്യം എരിവ് ഹൃദയത്തിലേക്ക് കടന്നു വന്നത് ഏലിയാസിൻ്റെ മകനായ ഫിനെഹാസിന്. ആ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചേ. ഞാനത് 25-ാം അധ്യായത്തിൽ താഴേക്ക് വന്ന സംഖ്യാപുസ്തകം 25, ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 25 വേഴ്സ് 11 ഒന്ന് വായിച്ചേ. ഞാൻ എൻ്റെ തീക്ഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കേണ്ടതിന് അവിടെ നോക്കിയേ, ഫിനെഹാസാണ് യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ മേൽ വരാതെ വണ്ണം അതിനെ വിട്ടുപോകുവാൻ തക്കവണ്ണം ഇടയാക്കിയത്. ദൈവവചനത്തിൽ പലയിടത്തും എഴുതിയിട്ടുണ്ട് ഫിനെഹാസ് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട. താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും, അവനോടും അവൻ്റെ കുടുംബത്തോടും അവൻ്റെ തലമുറകളോടും ഞാനൊരു സമാധാന നിയമം ചെയ്യാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ദൈവസഭയോട് എരിവുണ്ടെങ്കിൽ, ദൈവജനത്തോട് എരിവുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഒരു എരിവുണ്ടെങ്കിൽ, നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബം മാത്രമല്ല, നമ്മുടെ തലമുറകൾ കർത്താവിൻ്റെ സന്നിധിയിൽ മാനിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ വേഗം മുന്നോട്ട് പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 34-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ചെയ്ത് അവൻ്റെ ഇഷ്ടം തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. കർത്താവിൻ്റെ ആ എരിവൊന്ന് നോക്കി, ആ തീഷ്ണതയൊന്ന് നോക്കി, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, പിതാവിൻ്റെ ഹിതം ചെയ്യുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. കർത്താവ് പറയുക, നമുക്കറിയാം, എൻ്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ അറിയാം, ഞാൻ അവിടെയൊക്കെ പോകുന്നില്ല. ശിഷ്യന്മാർ ആഹാരവുമായിട്ട് കടന്നു വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, ഗുരു ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കൊടുത്ത മറുപടിയാണ്. നമുക്ക് അവിടെ അറിയാം, ഒരു സ്ത്രീയോട് കിണറിൻ്റെ കരയിൽ വെച്ച് ശമരിയാക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നതൊക്കെ നമുക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരാത്മാവിനെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നേടുവാൻ കഴിഞ്ഞു. ഒരു വ്യക്തിയിലേക്ക് ഹല്ലേലൂയ ദൈവ വെളിച്ചം എത്തിക്കുവാനായിട്ട് കഴിഞ്ഞു. അവളിലൂടെ ഒരു ദേശത്തെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു. കർത്താവ് പറയുക, നിങ്ങൾ ഭക്ഷണത്തെ ചൊല്ലിയാ ഭാരപ്പെടുന്നത്,
ഉച്ചയ്ക്ക് എന്ത് കഴിക്കും, വൈകിട്ട് എന്ത് കഴിക്കും, അല്ലെങ്കിൽ നാളെക്കുറിച്ചുള്ള ഭൗതിക വിഷയത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുമ്പോൾ എനിക്കൊരൊറ്റ ഇഷ്ടമേ ഉള്ളൂ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം കഴിയുന്നതിന് മുമ്പേ ചെയ്തു തീർക്കുക. മനസ്സിലാക്കണമേ ദൈവമക്കളെ. മൈക്കലാഞ്ചലോയെ കുറിച്ച് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ മൈക്കലാഞ്ചലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. മൈക്കലാഞ്ചലോ എന്ന് പറഞ്ഞാൽ he was a very famous painter and a sculptor and architect ഒക്കെ അല്ല, ഇറ്റാലിയൻ. എനിക്ക് തോന്നുന്നു 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്ത് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ കേട്ട കഥ ഇങ്ങനെയാ. When Michelangelo was a young man, small, like a young, probably a late teenager or so, ഒരു യങ് മാനായിട്ടൊരു ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് തനിക്ക് പെയിൻറ്റിങ് പഠിക്കുവാനും ആർക്കിടെക്ചർ പഠിക്കുവാനും സ്കൾപ്ചർ പഠിക്കുവാനൊക്കെ വലിയ ആഗ്രഹമായിട്ട് താനൊരു അപ്രൻറ്റീസായി തീരുവാൻ ഒരു മാസ്റ്ററിൻ്റെ അടുത്തേക്ക്, ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നു, ഒരു ശില്പിയുടെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ ഈ യങ് മാനെ നോക്കിക്കൊണ്ട് ആ ശില്പി, ആ മാസ്റ്റർ ചോദിച്ചു. മാസ്റ്ററിന് മനസ്സിലായി കഴിഞ്ഞ നാളുകളിലൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്, പലരും ഇതുപോലെ പഠിക്കാൻ വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് ബുദ്ധിമുട്ടാണെന്ന് കണ്ടിട്ട് മടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം നഷ്ടപ്പെടാനേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് ഈ വന്ന് മൈക്കലാഞ്ചലോട് നോക്കിക്കൊണ്ട്, അവരുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, മൈക്കലാഞ്ചലോ, I can give you an apprenticeship, you can work with me, you can learn from me, no problem, but remember, it will cost your life. മൈക്കലാഞ്ചലോ, നിന്നെ ഞാൻ പഠിപ്പിക്കാം, നിന്നെ ഞാൻ അഭ്യസിപ്പിച്ചെടുപ്പിക്കാം, നിനക്ക് എൻ്റെ അപ്രൻറ്റീസായിട്ട് എൻ്റെ കൂടെ നിന്ന് പഠിക്കാം മൊത്തം. പക്ഷെ ഒരു കാര്യം ഓർക്കണമേ, അതിന് നീ കൊടുക്കേണ്ട വില നിൻ്റെ ജീവിതം മുഴുവനുമാണ്. അതിന് മൈക്കലാഞ്ചലോ കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? വെൽ ഐ നോ, അതർവൈസ് വാട്ട് ഈസ് ദിസ് ലൈഫ് വർത്ത് ഫോർ? മൈക്കലാഞ്ചലോ തിരിച്ച് ചോദിച്ച ചോദ്യമാണ്. അതേ മാസ്റ്റർ, എനിക്കറിയാം, അതേ ഗുരു, എനിക്കറിയാം, അതിന് തയ്യാറായാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ജീവിതം എന്തിനാ? എന്തെങ്കിലും ഒരു പർപ്പസ് ഈ ജീവിതം കൊണ്ടില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം എന്തിനാ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ കോസ്റ്റ് യുവർ ലൈഫ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, മൈക്കലാഞ്ചലോയെ കുറിച്ച് പഠിച്ചത് എനിക്ക് തോന്നുന്നു 100% ഷുവറായിട്ടില്ല ഞാൻ പറഞ്ഞത്, ഹി ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 88. ലോങ് എഗോ ഞാൻ വായിച്ചതായത്. 88-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ആൻഡ് ഈ മൈക്കലാഞ്ചലോയുടെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അയാൾക്ക് എന്താ പറയുന്നത്, ഹൈജീൻ ഇല്ലായിരുന്നു. അതുമൂലം ഒരുപാട് രോഗങ്ങൾ വന്നു. ആ മനുഷ്യൻ ഭക്ഷണം കഴിക്കത്തില്ല. കാലിൽ ഷൂ ഇട്ട് കഴിഞ്ഞാൽ ഈ ഷൂ ഊരുന്നത് ചിലപ്പം കപ്പിൾ ഓഫ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞാൽ കുളിക്കത്തൊന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഹീ ഡിഡ്ന്റ് വാണ്ട് ടു വേസ്റ്റ് ടൈം. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കുകളാണ് സ്റ്റാച്യു ഓഫ് ഡേവിഡ്, അതുപോലെ സിസ്റ്റൻ ചാപ്പൽ, വത്തിക്കാനിലെ സിസ്റ്റൻ ചാപ്പലിൻ്റെ സീലിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് മൈക്കലാഞ്ചലോയാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കുകളാണ്. താനൊരു വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീരാതെ തനിക്ക് വിശ്രമമില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഭക്ഷണത്തെക്കുറിച്ചോ തൻ്റെ കുളി, തൻ്റെ ഹൈജീൻ, തൻ്റെ ശുദ്ധിയെക്കുറിച്ചൊന്നും തനിക്ക് പ്രശ്നമല്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഒരു അസുഖം വന്നതായിട്ട് അത് വായിക്കുവാൻ്റെ കൊണ്ട് ഇവിടെയായി ഗൗട്ട് എന്ന് പറയുന്ന ഒരു അസുഖം. കാലിൽ നിന്ന് ഷൂ ഊരാതെ കാലെല്ലാം കൂടെ അങ്ങ് വീർത്തു. കാലെല്ലാം കൂടെ വീർത്തിട്ട് ലാസ്റ്റിൽ ഒരു സർജൻ വന്നാണ് ഈ ഷൂ അറുത്ത് മാറ്റിയത്. അപ്പോൾ കാലിൻ്റെ വിരലിൻ്റെ ചില മാംസം കൂടെ, കുറച്ച് ഫ്ലഷ് കൂടി അതിൻ്റെ കൂടെ പോയെന്ന്. You can just go into Google and search all these things. That means that was his commitment. He didn't want to waste time. ഞാനത് വായിച്ചപ്പോൾ ചിന്തിച്ചത് ഇതാണ്, ലോകത്തിൽ ഒരു സ്കൾപ്റ്റർ ആകുവാൻ, ഒരു ശില്പിയാകുവാൻ, ലോകത്തിലൊരു പെയിന്റർ ആകുവാൻ ഒരു മനുഷ്യൻ ഇത്രയും കഷ്ടം സഹിച്ചെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരനായി, എൻ്റെ കർത്താവിൻ്റെ ശിഷ്യനായി സ്വർഗം എന്നെ വിളിച്ചെങ്കിൽ ഞാൻ എത്രമാത്രം അവിടത്തേക്ക് വേണ്ടി അധ്വാനിക്കണം. എൻ്റെ ഓരോ സമയവും ഓരോ മിനിറ്റും ഞാൻ എത്രമാത്രം അവിടത്തേക്ക് വേണ്ടി ഉപയോഗിക്കണം. ആ എരിവ് എനിക്കുണ്ടോ? ഒരു ലോക മനുഷ്യനുള്ള എരിവുണ്ടോ? ഈ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരെ നോക്ക്, ഈ ലോകത്തിലെ ബിസിനസ്സുകാരെ നോക്ക്, ഈ ലോകത്തിലെ രാഷ്ട്രീയക്കാരെ നോക്ക്. അവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി, അവർക്ക് പേരും പെരുമയ്ക്കും വേണ്ടി, അവരുടെ അധികാരത്തിന് വേണ്ടി, ഒരു ഇലക്ഷൻ ജയിക്കുന്നതിന് വേണ്ടി ഉറക്കമില്ലാതെ ഊണില്ലാതെ ഏത് വഴിയിലും പോകുവാൻ തക്കവണ്ണം അവരെ സമയഭേദമന്യേ അധ്വാനിക്കുന്നത് കാണുമ്പോൾ ദൈവ പൈതലേ, എനിക്കും നിങ്ങൾക്കും ലജ്ജ തോന്നുന്നില്ലേ? ദൈവസഭയുടെ ശുശ്രൂഷക്കാരായി എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചു. നിത്യജീവന്റെ സുവിശേഷം നമ്മുടെ കയ്യിൽ തന്നു. ശ്രേഷ്ഠമേറിയ ഒരു വഴിയെ സ്വർഗം നമുക്ക് കാണിച്ചു തന്നു. മരണത്തിന് ശേഷമുള്ള ആ സ്വർഗീയ ജീവിതത്തെക്കുറിച്ച്, ഭാഗ്യകരമായ അവസ്ഥയെക്കുറിച്ച് ലോകത്തിന് മനസ്സിലാകാതിരുന്നപ്പോൾ എന്റെയും നിങ്ങളുടെയും ഹൃദയം തുറന്ന് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി വെളിപ്പെടുത്തി തന്നിട്ടും ഇന്നും ഹല്ലേലൂയ സമയം പാഴാക്കി
മണിക്കൂറുകളോളം ടെലിവിഷന്റെ മുമ്പിലിരുന്ന്, മണിക്കൂറുകളോളം ഫേസ്ബുക്കിന്റെ മുമ്പിലിരുന്ന്, മണിക്കൂറുകളോളം കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരുന്ന് സമയം നീ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ നീ ലജ്ജിച്ചു പോയേ മതിയാകൂ. ദൈവത്തിന്റെ സഭയെക്കുറിച്ചുള്ള എരിവ്, കർത്താവിന്റെ നാമത്തെക്കുറിച്ചുള്ള എരിവ്, സ്വന്തം സഹോദരങ്ങളെ സഹോദരിമാരെ കുറിച്ചുള്ള എരിവ്, ദൈവസഭയെക്കുറിച്ചുള്ള എരിവ് നമ്മളെ തിന്നുകളയണം സഹോദരങ്ങളെ. ഈ നാളുകളിൽ അതിനുവേണ്ടി അധ്വാനിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ല്. നമ്മൾ ഒറ്റയ്ക്ക് മാറി പോകാതെ, എന്നോട് ആരെങ്കിലും കൈ തന്നാൽ ഞാൻ കൊടുക്കും, എന്നെ ചിരിച്ചു കാണിച്ചാൽ ഞാൻ ചിരിച്ചു കാണിക്കും, എന്നോട് ഹായ് പറഞ്ഞാൽ ഞാൻ ഹായ് പറയും. ഇതാണോ നമ്മുടെ ആറ്റിറ്റ്യൂഡ്? നിനക്ക് ലഭിച്ച വെളിച്ചം മറ്റുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. നിനക്ക് ദൈവം തന്ന കൃപ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടാകുകയില്ല. നീയാ കടന്നു ചെല്ലേണ്ടത്. ഒരു സഹോദരൻ നിന്നെ മുഖം തിരിച്ചു പോവുകയാണെങ്കിൽ പുറകെ കടന്നു ചെല്ല്. കാരണം ആ സഹോദരനെ നേടേണ്ട ഉത്തരവാദിത്വം നിന്റേതാണ്, ആ സഹോദരിയെ നേടേണ്ട ഉത്തരവാദിത്വം നിന്റേതാണ്. ദൈവസഭയെ കുറിച്ചുള്ള എരിവ് നമ്മളെ ഈ നാളുകളിൽ കളയണം. We need to be consumed by the zeal for God's house. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇതെല്ലാം മറന്നാണ് ഈ ലോകത്തിനു വേണ്ടി ഇന്നത്തെ ദൈവമക്കളെന്നും ശുശ്രൂഷകരെന്നും പറയുന്നവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. ദൈവസഭയെ ശുദ്ധീകരിക്കേണ്ടവർ, ദൈവസഭയ്ക്ക് പണിതെടുക്കേണ്ടവർ, ദൈവസഭയുടെ വിശേഷ വസ്ത്രത്തിനു വേണ്ടി അത് നെയ്തെടുക്കേണ്ടവർ, അതിനെ ശുദ്ധീകരിച്ച് അതിനെ കളങ്കമില്ലാതെ വെടിപ്പാക്കി കാത്തു സൂക്ഷിക്കേണ്ടവർ ഇന്ന് ലോകത്തിലുള്ള പലതിനും വേണ്ടി പോവാം. മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് അവർക്ക് ബിൽഡിംഗാണ് വലുത്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, 14-ാം അധ്യായം ലൂക്ക് ചാപ്റ്റർ 14:26 അവിടെ പറയുന്നു, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും, ആരെങ്കിലും ഒന്ന് വായിച്ച വാക്യം ഉറക്കെ. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കുവാൻ കഴിയാതിരിക്കുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. നീയും ഞാനും കർത്താവിന്റെ ശിഷ്യനായില്ല എങ്കിൽ, ശിഷ്യയായില്ല എങ്കിൽ നമ്മളെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവസഭയെ പണിയണമെങ്കിൽ, ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കണമെങ്കിൽ, ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ, കർത്താവിനെ ഉയർത്തണമെങ്കിൽ അവിടുത്തെ ശിഷ്യനായി തീർന്നേ മതിയാകും. ഒരു ശിഷ്യന് ഉത്തരവാദിത്തമുണ്ട്, ഒരു ശിഷ്യന് കടമകളുണ്ട്, ഒരു ശിഷ്യന് ചുമതലകളുണ്ട്. ഒരു ശിഷ്യന് എപ്പോഴും ബോധ്യമുണ്ട് ഗുരുവിനോട് ഞാൻ കണക്ക് തീർക്കേണ്ടയാളാണെന്ന്. അതാണ് ശിഷ്യന്റെ പ്രത്യേകത. ഏതെങ്കിലും ഒരു ബെഞ്ചിൽ വന്നിരുന്നിട്ട് പോയി കഴിഞ്ഞാൽ ഒരു ശിഷ്യത്വമില്ല, അവിടെ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. അടുത്ത ആഴ്ച വന്ന് മറ്റൊരു ബെഞ്ചിലിരിക്കും, മറ്റൊരു ചെയറിലിരിക്കും, ആരോടും ഒരു കണക്ഷനുമില്ല. അതിനെ സഭയെന്നല്ല വിളിക്കുന്നത്, അതിനെ വേണേൽ കോൺഗ്രിഗേഷൻ എന്നോ ക്ലബ് എന്നോ വിളിക്കാം. ദൈവസഭയെന്ന് പറയുന്നത് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന സഹോദരങ്ങളെ കുറിച്ച് കണക്കുള്ളവനും കണക്കുള്ളവളുമാണ്. ഹല്ലേലൂയ. ഒരാൾക്കൊരു കുറവ് വന്നു കഴിഞ്ഞാൽ അതിനെ ശ്രദ്ധിക്കുന്ന വ്യക്തികളാണ് ദൈവസഭയ്ക്കകത്തുള്ളവർ. എന്തുകൊണ്ട് എന്റെ സഹോദരന്റെ മുഖം വാടുന്നു, എന്തുകൊണ്ട് എന്റെ സഹോദരിയുടെ മുഖം വാടുന്നു, അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നവർ, അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവർ, അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ അഭയാചന ചെയ്യുന്നവർ. കർത്താവേ, ആ വിഷയം എന്താ, എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമേ. സഹോദര സഹോദരി, ആ 20 വായിച്ചു വന്നിട്ട് 33-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കൊടുക്കേണ്ട വില, ഒരു ശിഷ്യനായിരിക്കുവാൻ കൊടുക്കേണ്ട വില. അപ്പനേക്കാൾ അമ്മയേക്കാൾ ഭാര്യയേക്കാൾ മക്കളേക്കാൾ സഹോദരന്മാരെക്കാൾ സഹോദരിമാരെക്കാൾ സ്വന്തം ജീവനെയും പകയ്ക്കാത്തവന് ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ? അപ്പനെയും അമ്മയും പകയ്ക്കണമെന്നാണോ? ഇല്ല, അപ്പനും അമ്മയും രണ്ടാമതായി മാറണം, ഭാര്യയും മക്കളും രണ്ടാമതായി മാറണം, സഹോദരനും സഹോദരിയും രണ്ടാമതായി മാറണം. ഒന്ന് ക്രിസ്തു, അവനാണ് എൻ്റെ ഗുരു, അവനാണ് എൻ്റെ ഗുരു. കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും. കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ഭാര്യ, കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ഭർത്താവ്, കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളും. കർത്താവിന് തുല്യം ഈ ഭൂമിയിൽ എനിക്ക് ഒന്നുമില്ല. അവിടുന്നാണ് എൻ്റെ ഗുരു. എനിക്ക് വേണ്ടി മരിച്ചവൻ, എന്നെ വീണ്ടെടുത്തവൻ, എനിക്ക് വേണ്ടി വില കൊടുത്തവൻ, എനിക്ക് വേണ്ടി ജീവനെ തന്നവൻ, അവിടുന്ന് എൻ്റെ പ്രാണനാഥനാണ്. ഹീ ഈസ് നമ്പർ 1 ഇൻ മൈ ലൈഫ്. അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമേ സഭയെക്കുറിച്ചുള്ള എരിവ് കിട്ടൂ. ഹല്ലേലൂയ. അതല്ല ഈ ലോകത്തിലുള്ളതാ വലുതെങ്കിൽ, സഹോദരന്മാരെ സഹോദരിമാരെ, നമുക്ക് കർത്താവിൻ്റെ സഭയെ പണിയാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ സ്നേഹം അറിയാത്ത ഒരു വ്യക്തിക്ക് കർത്താവിനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. കർത്താവിനെ സ്നേഹിക്കുവാൻ നിനക്ക് കഴിയാത്തതിൻ്റെ കാരണം കർത്താവിൻ്റെ സ്നേഹം നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ജോൺ വെസ്ലിയെ കുറിച്ച് ഞാനിങ്ങനെ ഒരു സംഭവം കേട്ടു.
ജോൺ വെസ്ലിയുടെ അടുക്കൽ, ജോൺ വെസ്ലിയുടെ ജീവിത കാലഘട്ടത്തിൽ so many people, multitudes were assembling there, running after him to listen to him. ആയിരക്കണക്കിന് മനുഷ്യർ ജോൺ വെസ്ലിയുടെ ക്രൂസേഡുകളിലൊക്കെ അല്ലെങ്കിൽ മീറ്റിങ്ങുകളിലൊക്കെ ഓടിക്കൂടുന്നത് കണ്ട് ഒരു സമയം ഒരു വ്യക്തി ജോൺ വെസ്ലിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ കൂടുന്നത് നിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ? അപ്പോൾ ജോൺ വെസ്ലി പറഞ്ഞ ഒരു കാര്യമാണ്, ഐ ജസ്റ്റ് സെറ്റ് മൈസെൽഫ് ഓൺ ഫയർ ആൻഡ് ദ പീപ്പിൾ കം ടു വാച്ച് മീ ബേണിംഗ്. അമേസിങ് അല്ലേ? I just set myself on fire and all these people come to watch me burn. ഞാൻ എന്നെ ദൈവത്തിൻ്റെ തീയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇവരൊക്കെ ഓടി വരുന്നത് ദൈവത്തിൻ്റെ തീയിൽ ഞാൻ കത്തുന്നത് കാണാനാണ്. അമേസിങ്. ഇതാ എരിവെന്ന് പറയുന്നത്, ഇതാ സീലെന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിൻ്റെ തീയിൽ, ദൈവത്തിൻ്റെ സീലിൽ, അവൻ്റെ എരിവിൽ നീയും ഞാനും കത്തിക്കൊണ്ട് നിൽക്കുമ്പോഴുണ്ടല്ലോ, ചില വ്യക്തികൾ കടന്നു വന്ന് ഈ തീ കാണും, ഈ ശോഭ കാണും, ഈ പ്രഭ കാണും. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞത് അന്ധകാര ലോകത്തിൽ ആശ്രയിക്കുക. നമ്മുടെ വെട്ടം എന്ന് പറയുന്നത് ആകാശത്തിൽ കാണുന്ന നക്ഷത്രങ്ങളൊക്കെ ആകട്ടെ, നക്ഷത്രങ്ങളൊക്കെ മാത്രമേ നമുക്ക് വെട്ടമായിട്ടുള്ളൂ. നമ്മളൊക്കെ ഈ ഭൂമിയിൽ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ആകാശത്ത്, when the moon is up there, some stars are there here and there, we have little light here on this planet and we just walk through that light. നമ്മളിൽ പലരുടെയും ജീവിതം അതാ. ഇരുട്ടത്തിലാണോ നടക്കുന്നത്? അല്ല. വെളിച്ചത്തിലാണോ? വെളിച്ചത്തിൽ. എന്നാൽ നല്ല വെളിച്ചമുണ്ടോ? ഇല്ല. തപ്പി 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 നടക്കുക. ഏതാ? ഈ ചന്ദ്രൻ്റെയും ഈ സൂര്യൻ്റെയും വെളിച്ചത്തിൽ. എന്നാൽ പ്രഭാതത്തിന് വേണ്ടി കാത്തിരുന്ന നീതി സൂര്യൻ നമ്മുടെ ജീവിതത്തിൽ ഉദിക്കുമ്പോൾ ഈ സൂര്യൻ്റെ ഈ നക്ഷത്രത്തിൻ്റെയും ചന്ദ്രൻ്റെയും ഒന്നും ആവശ്യം നമ്മുടെ ജീവിതത്തിലല്ല. നീതി സൂര്യൻ്റെ ശോഭ. നിൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ ഒന്ന് വിളിക്കുക. നിൻ്റെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി ഒന്ന് കൊടുക്കുക. ഇപ്പം നമ്മൾ കേട്ടതുപോലെ ആ എരിവ്, ഈ ഭക്തന്മാർക്ക് ഉണ്ടായിരുന്ന എരിവ് കർത്താവിന് വേണ്ടി ഒന്ന് വന്നേ. ആ പ്രഭ നിന്റെ ജീവിതത്തിലേക്ക് വന്നു വരുമ്പോൾ നീ തപ്പി തപ്പി നടക്കത്തില്ല. വ്യക്തമായി നിനക്ക് കാണാൻ പറ്റും നീ പോകേണ്ടത് എവിടെയാണ്, നിന്റെ മുമ്പിലുള്ളത് എന്താണ്. അത് മാത്രമല്ല, നിന്റെ മുമ്പിൽ ഇരിക്കുന്നവരെന്താണ്, നിന്റെ മുമ്പിൽ ഇരിക്കുന്നവരുടെ അവസ്ഥകൾ എന്താണ് വ്യക്തമായിട്ട് കാണുവാൻ പറ്റും കർത്താവിൻ്റെ വെളിച്ചത്തിൽ. ദൈവവചനത്തിൽ പറയുന്നു, നിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ വെളിച്ചം കാണുന്നു. സഹോദരന്മാരെ, സഹോദരിമാരെ, ഹല്ലേലൂയ. നമുക്ക് ആ സീല് ഈ നാളുകളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 2 തരത്തിലുള്ള സീലുണ്ട്, ഹോളി സീൽ ആൻഡ് അൺഹോളി സീൽ. ശുദ്ധമായിരിക്കുന്ന, പവിത്രമായിരിക്കുന്ന എരിവുണ്ട്, അശുദ്ധമായിരിക്കുന്ന എരിവുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, പരീശന്മാരുടെയും സദൂക്യരുടെയും ജീവിതത്തിൽ നോക്കി, യഹൂദന്മാരുടെ ജീവിതത്തിൽ നോക്കി അവർക്ക് എരിവുണ്ടായിരുന്നു. എരിവുണ്ടായിരുന്നു. കാരണം എന്നാന്ന് വെച്ചാൽ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുവെന്നറിയാമോ? യഹൂദ മതത്തിലെ എൻ്റെ നടപ്പ് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ എന്നും പറഞ്ഞ് ആ വാക്യം ഒന്ന് വായിച്ചേ നിങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 13 and 14 പെട്ടെന്ന് എടുത്തുനിന്ന് വായിച്ചേ, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. യഹൂദ മതത്തിലെ എൻ്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എരിവ് നോക്ക. ഇന്ന് അനേകർക്ക് പിതൃപാരമ്പര്യത്തെ കുറിച്ച് ഭയങ്കര എരിവ അല്ലേ? പല പള്ളികളെ കുറിച്ചൊക്കെ നോക്കിയേ, അങ്ങോട്ടും ഇങ്ങോട്ടും. മതമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ മരിക്കുക, എരിവില്ലേ അവർക്ക്? അതിനുവേണ്ടി എന്തും ചെയ്യത്തില്ലേ? അവരുടെ ഭണ്ഡാരങ്ങളിലൊക്കെ കൊണ്ടിടുന്നത് വലിയ വില കൂടിയ സ്വർണ്ണങ്ങളും രത്നങ്ങളും വൈഡൂര്യങ്ങളും കല്ലുകളും ഡയമണ്ട്സും ഒക്കെയാണ് കൊണ്ടിടുന്നത് അവരുടെ ദേവന്മാർക്കും ദേവിമാർക്കും കാഴ്ചകളായിട്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അതിന് എരിവില്ലെന്ന്? എരിവുണ്ട്. ദൈവത്തിൻ്റെ വചനപ്രകാരം നോക്കുമ്പോൾ അതിനാണ് അൺഹോളി സീൽ അല്ലെങ്കിൽ ജലസ്നെസ് എന്ന് പറയുന്നത്. ഈ ദൈവത്തിൽ ഈ സഭയിലും ഒരുപക്ഷെ നമുക്ക് സീൽ ഉണ്ടായിരിക്കും, പക്ഷെ ദാറ്റ് കുഡ് ബി അൺഹോളി അല്ലേ? നമ്മുടെ നാട്ടിലെ ദൈവസഭകളെന്ന് പറയുന്നിടത്ത് നോക്കി ഇലക്ഷൻ്റെ സമയത്ത് എരിവ് കൊണ്ടിട്ടുണ്ടോ? അത് ദൈവത്തോടുള്ള എരിവാണോ? ദൈവസഭയോടുള്ള എരിവാണോ? അവർക്ക് എരിവുണ്ടോ? ഉണ്ട്. രാത്രിയോട് ഉറങ്ങത്തില്ലല്ലോ. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും വണ്ടി ഓടിച്ചു പോകുമല്ലോ. ആരെ വേണമെങ്കിലും ഫോണിൽ സംസാരിക്കുമല്ലോ. ആരോട് വേണമെങ്കിലും മത്സരിക്കുമല്ലോ. ആരോട് വേണമെങ്കിലും മൽപ്പിടുത്തം ചെയ്യുമല്ലോ. ഏതറ്റം വരെയും പോകുമല്ലോ. എരിവില്ലേ? പക്ഷെ അത് എന്തൊരു എരിവാണ്? അൺഹോളി സീൽ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5-6 വാക്യങ്ങളാണെന്ന് തോന്നുന്നു അവിടെ എഴുതിയിരിക്കുന്നു. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ
ശുഷ്കാന്തിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് എന്താ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. അതിന് മുകളിലത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിക്കാൻ വകയുണ്ട്. പക്ഷെ എൻ്റെ ജഡത്തിലും ആശ്രയിപ്പാൻ എനിക്ക് വകയുണ്ട്. മറ്റാർക്കും ജഡത്തിലും ആശ്രയിക്കാം എന്ന് തോന്നിയാൽ ആ. എനിക്കറിയാം. എട്ടാം നാളിൽ പരിച്ഛേദന. തന്റെ എരിവ് അതൊക്കെയാണ്, തന്റെ മതത്തിലുള്ള എരിവാണ്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ താഴെ. ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ശുഷ്കാന്തി എന്ന് പറഞ്ഞാൽ എരിവെന്ന അതിന്റെ മീനിങ്. സീൽ. അതിനെ സംബന്ധിച്ചിടത്തോളം സഭയെ ഉപദ്രവിച്ചവൻ. ദൈവസഭയെ അന്ന് ഉപദ്രവിച്ചു, ക്രിസ്ത്യാനികളെ അന്ന് ഉപദ്രവിച്ചു. എന്തിന്? യഹോവയെ സംബന്ധിച്ചുള്ള എരിവ് മൂലം. അവനൊന്ന് കരുതി യേശു എന്ന് പറയുന്നത് ഒരു കള്ളപ്രവാചകനാണെന്ന്, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് യഹൂദ മതത്തിനെതിരാണെന്ന്, യഹോവയ്ക്കെതിരായ ശത്രുക്കളാണെന്ന് കരുതി യഹോവയെ പ്രതി, തന്റെ മതത്തെ പ്രതി അന്ന് സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നവനാണ് ആര്? പൗലോസ്. അത് എരിവ്. പക്ഷെ ദൈവം അംഗീകരിച്ച എരിവല്ല, അതിന് അൺഹോളി എന്നാണ് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ പലരും എരിവ് പറയും. സഭയെക്കുറിച്ച് എനിക്ക് ഭയങ്കര എരിവാണെന്ന്. അത് എന്ത് തരത്തിലുള്ള എരിവാണെന്നൊന്ന് ചിന്തിക്കും ഒരു നിമിഷം. ഈസ് ഇറ്റ് എ ഹോളി സീൽ ഓർ ആൻ അൺഹോളി സീൽ? നമ്മൾ മുമ്പേ കേട്ടുകൊണ്ടിരുന്നത് ഹോളി സീല്, ദൈവം അംഗീകരിക്കുന്ന എരിവ്, ദൈവസഭയുടെ വർധന, ദൈവജനത്തിന്റെ വിശുദ്ധീകരണം, ദൈവജനം വളരുക, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുക, പാപത്തെ ജയിക്കുക, പാപത്തെ എക്സ്പോസ് ചെയ്യുക, ദൈവസഭയ്ക്ക് ചുറ്റും കാവലായി ഒരു മതിലായി നിൽക്കുക. ദാറ്റ് ഈസ് ഹോളി സീൽ. സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഹെററ്റിക്കായി, ഫോൾസ് ടീച്ചിങ് ആയി, അൺബിലീവിംഗ് ആയി, സ്വന്തം താല്പര്യത്തിന് വേണ്ടി, ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി സഭയ്ക്കകത്ത് നാം നിൽക്കുന്നുവെങ്കിൽ ഇറ്റ് ഈസ് അൺഹോളി സീൽ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്ന സഹോദരങ്ങളെ, ഒരു വാക്യം വായിച്ച് നിർത്തുകയാണ്. റോമാലേഖനം 12:11 പ്രകാരം പറയുന്നു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവേ. ഹല്ലേലൂയ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി, സെല്ലസ് ഇൻ സ്പിരിറ്റ്, ഹാവിങ് എ സീൽ ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവേ. കർത്താവിനെ സേവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ വരണം. ഹല്ലേലൂയ. നമ്മളിങ്ങനെ ഉറങ്ങി തൂങ്ങി എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയി പോകുന്നിടത്തോളം പോകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കർത്താവിനെ സേവിക്കാനായിട്ട് കഴിയത്തില്ല. എരിവില്ലാത്തവനെ കർത്താവ് വേല ഏൽപ്പിക്കത്തില്ല. പൗലോസിനെ കർത്താവ് വേല ഏൽപ്പിച്ചതിൻ്റെ കാരണം അവൻ എരിവുള്ളവനായിരുന്നു. പക്ഷെ അവൻ അങ്ങോട്ട് സ്പീഡിൽ ഓടുന്നവനായിരുന്നു. ആ ഓട്ടം കർത്താവ് കണ്ടപ്പോൾ അവനെ തിരിച്ചു വിട്ട് അവൻ ഇങ്ങോട്ട് സ്പീഡിൽ ഓടാൻ തുടങ്ങി. മനസ്സിലായോ? സ്പീഡാണ് ഇമ്പോർട്ടൻറ്റ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എരിവ്. ഈ ഉറങ്ങി തൂങ്ങി ആർക്കും മണവും ഗുണവും ഇല്ലാത്തവനെയൊന്നും ദൈവം ഉപയോഗിക്കത്തില്ല. പക്ഷേ നിന്റെ എരിവ് തെറ്റാണെങ്കിൽ, ഇന്ന് ബോധ്യമായെങ്കിൽ, ആ എരിവ് കർത്താവിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിന്നെ ശക്തിയോടെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കും. സഹോദരങ്ങളെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ നമുക്ക് സേവിക്കാം. റോമാലേഖനം 12:11 പറയുന്നത് പോലെ കർത്താവിന് തൻ്റെ ജനത്തെക്കുറിച്ചുള്ള എരിവാണ് ദൈവവചനത്തിൽ നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. തൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് തന്നെ തിന്നുകളഞ്ഞു. വീണ്ടും ഞാൻ പറയുന്നു, തൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവെന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ ഫിസിക്കൽ ബിൽഡിംഗ് ഓർ എനിത്തിങ് അബൌട്ട് ദാറ്റ് ഓർ എനി ഇൻഫ്രാസ്ട്രക്ചർ, നത്തിങ്. ആലയത്തിൻ്റെ പണിയെക്കുറിച്ചോ, ആലയത്തിൻ്റെ വലുപ്പമോ, ആലയത്തിൻ്റെ വലുപ്പം പോരാ, ആലയത്തിലെ സൗണ്ട് സിസ്റ്റമോ ഇതൊന്നുമല്ല. പിന്നെയോ തൻ്റെ ആലയത്തിലെ തൻ്റെ ജനത്തെക്കുറിച്ചുള്ള എരിവ്, ദൈവസഭയിലെ ജനത്തെക്കുറിച്ചുള്ള എരിവ്, എൻ്റെ സഹോദരി സഹോദരന്മാരെക്കുറിച്ചുള്ള എരിവ് ഈ നാളുകളിൽ എന്നെ തിന്നുകളയട്ടെ. അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, എൻ്റെ ജീവിതം കൊണ്ട് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമോ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായിട്ടൊരു ബന്ധത്തിലെത്തി കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ കർത്താവിന്